AI സാധ്യതകളുടെ പുതിയ ലോകമോ അതോ തൊഴിലില്ലായ്മയുടെ വൻ ദുരന്തമോ? ആർക്കാണോ അഡാപ്റ്റബിലിറ്റി റേറ്റ് കൂടുതലുള്ളത് അവർ മാത്രമായിരിക്കും സർവൈവ്. ഒരിക്കലും AI നമ്മളുടെ മുകളിൽ പോകില്ല. അതേപോലെ AI കൊണ്ട് എല്ലാം സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നതും തെറ്റാണ്. AI ടൂളുകൾ കമ്പനികൾക്ക് ലാഭമാകുമ്പോൾ വഴിയിലാകുന്നത് മനുഷ്യന്റെ അധ്വാനമോ? സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് മാറിയേ പറ്റൂ. മാറാത്ത സ്ഥാപനങ്ങളും മാറാത്ത ആളുകളും പുറന്തള്ളപ്പെടും. മനുഷ്യന്റെ വികാരങ്ങളൊന്നും ഈ AI എന്ന് പറയുന്ന സാധനത്തിനേ ഇല്ല. പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ഭയങ്കര വലിയ അതിഭീകരമായ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. ആശങ്കകളും യാഥാർത്ഥ്യങ്ങളും നേർക്കുനേർ വരുന്ന സംവാദം. AI തൊഴിൽ കളയും. സിംഗിൾ എംപ്ലോയി സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ത്യയിൽ എത്ര കൂടിയിട്ടുണ്ടെന്ന് നോക്കിയാൽ ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അതിശയം എന്തായിരിക്കും AI വഴി? എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഗോപു നന്ദല ജി മാർ തമിഴ് ബൈ സ്കെയിൻ പ്രസന്റഡ് ബൈ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ശാസ്ത്ര സാങ്കേതിക വളർച്ച നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നുണ്ട്. എന്നാൽ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതിന് ശേഷം ഒരുപാട് ആശങ്കകൾ സമൂഹത്തിൽ പ്രചരിക്കുകയാണ്. ഒരുപാട് പേരെ പണി പോകും. മാത്രമല്ല 40-45 വയസ്സും കഴിഞ്ഞ ആളുകളൊക്കെ വലിയ വലിയ കമ്പനികളിൽ നിന്ന് പണി പോയി കിട്ടിയാൽ പിന്നെ ജീവിതം തന്നെ കടപ്പുറത്താക്കും എന്നുള്ള അവസ്ഥയൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. AI തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു. അതാണ് ഇന്ന് ഈ ചർച്ചയിൽ അന്വേഷിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണ് മെറ്റയുടെ മുൻ സൗത്ത് ലീഡ് ജിനുബെൻ, പ്രമുഖ IT കമ്പനികളുടെ AI IT അഡ്വൈസറായ സുരേഷ് കുമാർ കെ, എഴുത്തുകാരനും കോളമിസ്റ്റുമായ രാംമോഹൻ പാലിയത്ത്, പുസ്പു കരിയർ അൽഗോരിതംസിന്റെ സിഇഒയും ഫ്യൂച്ചറിസ്റ്റ് കരിയർ അനലിസ്റ്റുമായ അജ്മൽ TP, AI സാങ്കേതികവിദ്യയിൽ പൂർത്തിയായ ആദ്യത്തെ സിനിമ വാഗ്ദത്ത് ഭൂമിയുടെ സംവിധായകൻ സിദ്ദിഖ് പറവൂർ, വാഗ്ദത്ത് ഭൂമിയുടെ നിർമ്മാതാവ് ഷാജു വാലപ്പൻ, സ്റ്റോറി ടെല്ലർ യൂണിയൻ ഫൗണ്ടറും ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിംഗ് ആയ ദിനോമുക്കിന്റെ ക്രിയേറ്ററുമായ ഗോകുലസ് പിള്ള, AI സാങ്കേതികവിദ്യയിൽ പൊളിറ്റിക്കൽ ആൻഡ് ബ്രാൻഡ് മാർക്കറ്റിംഗ് ചെയ്യുന്ന Semiotica.AIയുടെ ഡയറക്ടർ ആൻഡ് കോ ഫൗണ്ടർ ജേക്കബ് ജോർജ് മടുക്കക്കുഴി, CITU സ്റ്റേറ്റ് സെക്രട്ടറി KN ഗോപിനാഥ്, AI ഫിലിം ഡയറക്ടർ ദേവേശ് ഷാർനാഥ്, IT എംപ്ലോയീസിന്റെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പ്രതിധ്വനിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ V മുഹമ്മദ് അനീസ്, സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ G വെങ്കട്ടരാമൻ, കരിയർ ഗുരു ഡോക്ടർ ഐസക് തോമസ്, സുപ്രീം കോടതി അഭിഭാഷകൻ RV ഗ്രാൽ. ഹായ് സുരേഷി, താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ കുറേ ആളുകളുടെ ജോലി പോയി, എന്നാൽ ഇത് AI പുതിയ സ്പേസ് തുറന്നിടുന്നുമുണ്ട്. അപ്പോൾ എന്താണ് ഒരു ബാലൻസ്ഡ് ആയിട്ട് അല്ലാതെ പറഞ്ഞാൽ താങ്കൾ പറയുക? അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ജോലി പോവും. കാരണം എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം ഏത് മേഖലയിലും ഏതൊക്കെ ടെക്നോളജികൾ വന്ന കാലഘട്ടത്തിലും അപ്ഡേറ്റ് അല്ലെങ്കിൽ ആ ആളുകളുടെ ജോലി പോവും. അവർ മാറി നിൽക്കേണ്ടി വരും. പുതിയ ആളുകൾ ആ മേഖലയിലേക്ക് വരും. അപ്പൊ ഇവിടെ AI വന്നപ്പോൾ ഒരുപാട് ആളുകളുടെ ജോലിനെ ഇത് ബാധിക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം ഒരുപാട് പുതിയ മേഖലകൾ തുറക്കപ്പെടുന്നുണ്ട്. ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല പല സ്ഥലങ്ങളിലും, എവിടെയൊക്കെ പുതിയ മേഖലകൾ വരുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ ജോലി സാധ്യതകൾ ഇഷ്ടംപോലെ കൂടി വരുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കണം. എവിടെയാണ് മേഖലകൾ തുറക്കുന്നത്, അതിലേക്കുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഈ AI വന്നുകൊണ്ട് ജോലി പോകുന്ന കരഞ്ഞു വിളിക്കേണ്ട കാര്യമില്ല. മെറ്റ പോലെ ഒരു വലിയ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആളാണ്. എനിക്കൊന്ന് മെറ്റയിൽ അടുത്ത കാലം കുറച്ചുപേരെ പറഞ്ഞു വിട്ടു. ജിനു, എന്താ മെറ്റ ഇന്ന് പോകാൻ കാര്യം? ഞാനൊരു 8.5 വർഷം മെറ്റയിലുണ്ടായിരുന്നു. 16 2024 വരെ. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാറിയതാണ്. പറഞ്ഞ പോലെ ആ സമയത്ത് ഒരു 30,000 പേരോളം ലേ ഓഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും AI കാരണമായിരുന്നില്ല. കോവിഡ് കാലത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സർജ് ഉണ്ടായിരുന്നു ആളുകളെ കൂടുതൽ എടുക്കാനായിട്ട്. പിന്നെ കോവിഡ് കഴിഞ്ഞപ്പോൾ അത്രയും പേര് വേണ്ട എന്നുള്ളത് കൊണ്ട് കുറെ പേരെ പറഞ്ഞു വിട്ടുകൊണ്ട്. എന്നാൽ AI കാരണവും ചില ലേ ഓഫുകൾ നടന്നിട്ടുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സുരേഷ് പറഞ്ഞ പോലെ ഇതിനൊന്നിച്ചൊഴുകാൻ അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതിൽ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം AI അല്ല ആളുകളുടെ ജോലി കളയുന്നത്. AI അറിയുന്ന ഒരു വ്യക്തി AI അറിയാത്തൊരു വ്യക്തിയുടെ ജോലി കളയാൻ സാധ്യതയുണ്ട്. നമ്മളതിനെ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ ഡെയിലി ചെയ്യുന്ന ഈ മൺഡെയിൻ ജോലികളുണ്ടല്ലോ, ഇപ്പം ഡേറ്റ കളക്ട് ചെയ്യുക, അങ്ങനെ കുറെ നമുക്ക് റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ജോലികളില്ലേ, അതൊക്കെ AI ഭയങ്കരമായിട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ AI നമ്മൾ കൂടെ ഒരു സഹയാത്രികനായി വെച്ചുകൊണ്ട് അപ്ഡേറ്റഡ് ആയി അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ സാധിക്കണം. പൊതുവെയുള്ള ഒരു രീതി അങ്ങനെ തന്നെയാണല്ലേ. ഞങ്ങൾ വരാം. തൊഴിലാളികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സംഘടനയുടെ അധിപനാണ് അങ്ങ്. എനിക്ക് തോന്നുന്നത് ഈ തൊഴിലാളികൾ എത്രമാത്രം അപ്ഡേറ്റഡ് ആണ് ഇതിലെന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. സർ, ഈ കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ
ബ്ലെയിം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞാൻ. EMS-നെയാണ് അതിന്റെ അപകടത്തെ സംബന്ധിച്ച് അദ്ദേഹം ശ്രീകണ്ഠൻ സാർ ഇപ്പൊ തന്നെ പറയുന്നത് പോലെ EMS അന്ന് പറഞ്ഞിരുന്നു ഇതിൽ കുറെ അപകടമുണ്ട്, പതിഞ്ഞിരിക്കുന്ന കുറെ അപകടമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന്റെ ബാക്കി കാര്യങ്ങൾ, അതിൽ തൊഴിലവസരങ്ങൾ കുറയ്ക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിന് പകരം സംവിധാനം വേണമെന്നൊക്കെ പറഞ്ഞതിനെ ആളുകൾ അവോയ്ഡ് ചെയ്തു. മറ്റത് മാത്രം കൊണ്ടുവന്ന് പഴഞ്ചനാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ബ്ലെയിം കേൾക്കേണ്ടി വന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരിക്കലും കമ്പ്യൂട്ടറൈസേഷനെയോ യന്ത്രവൽക്കരണത്തെയോ AI നിർമ്മിത ബുദ്ധിയെയോ ഒന്നും എതിർക്കുന്നവരല്ല. അത് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ആ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ അനുസരിക്കുന്നതോടൊപ്പം അദ്ദേഹം പറഞ്ഞ പോലെ AI അറിയാത്തവൻ്റെ മാത്രമല്ല ജോലി പോകുന്നത്. AI-യുടെ ഇംപ്ലിക്കേഷൻ, അതിൻ്റെ പ്രയോഗം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു അരക്ഷിത തൊഴിൽ കമ്പോളമാണ് സൃഷ്ടിക്കുന്നത്. അതിന്റെ കോൺസിക്വൻസിലേക്ക് നമ്മൾ വിശദമായി പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ IT കമ്പനികളിലെല്ലാം കൂട്ടമായി എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ബെഞ്ചും കയറ്റി നിർത്തിയിട്ട് പുറത്തേക്ക് പോക്കളാനാ പറയുന്നത്. അങ്ങനെ പറയുന്നത് എക്സിറ്റ്. ഓക്കെ, താങ്കളുടെ ഒരു നിലപാട് എങ്ങനെയാണ്? നമ്മൾ എന്താണ് IT എംപ്ലോയീസിന്റെ വെൽഫെയറിനെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അല്ല അനീഷ്, ഈ എക്സിറ്റ് ബോർഡ് വെച്ച് IT കമ്പനികളിൽ നിന്ന് ഒരുപാട് IT വിദഗ്ധന്മാരെ പുറത്തേക്ക് വരുന്നു പറയുന്നല്ലോ. അപ്പൊ അവര് പുറത്തേക്ക് വന്നാൽ പിന്നെ എങ്ങോട്ടെല്ലാം കയറുന്നുണ്ടോ, അതോ അതോടെ നിരുവാധാരമായി നട റോഡിലാണോ? എനിക്ക് ജിനു പറഞ്ഞ ഒരു പോയിന്റിലാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ജോലി കളയുന്നത് ഈ AI അറിയാവുന്നവരാണ് AI അറിയാത്തവരുടെ ജോലി കളയുന്നത്. അതുപോലെ ഈ പുറത്തോട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ ഇൻടേക്കും മിക്ക കമ്പനികളിലും അകത്തോട്ടും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടാൻ പോകുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് പുതുതായിട്ട് വരുന്ന ഫ്രഷേഴ്സ് ആണ്. ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന ഒരാളെ കൊണ്ട് ഐ ടിയിൽ ചെയ്യിക്കുക ബേസിക് ആയിട്ടുള്ള ചില കോഡിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ ചെയ്യാൻ ഇപ്പം ഈ കോപൈലറ്റ് പോലെ അല്ലെങ്കിൽ ഗൂഗിളിന്റെ ആന്റി ഗ്രാവിറ്റി പോലുള്ള പല സംവിധാനങ്ങളും നിലവിലുണ്ട്. അപ്പം ഇവരെ സംബന്ധിച്ച് എക്സ്പീരിയൻസ് ആവാനുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ആവാനുള്ള ഒരു സ്കോപ്പ് IT ഇൻഡസ്ട്രിക്കകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇപ്പോഴും ഇപ്പോൾ എഴുതി തരുന്ന കോഡ് അതിൽ കുറേ ജങ്കുകൾ ഉണ്ടാവും. ഈ ജങ്കുകളൊക്കെ ആര് ക്ലീൻ ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ എപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ വേണം. പക്ഷേ അപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അപ്ഡേറ്റഡ്, അതായത് ട്രഡീഷണൽ ആയിട്ട് പഴയ ടെക്നോളജി, ഒരുപാട് ടെക്നോളജീസ് IT ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ടെക്നോളജിയിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യാൻ ആളുകൾ, അവരെ സംബന്ധിച്ച് തീർച്ചയായും ഈ ഇൻഡസ്ട്രിക്ക് പുറത്തോട്ട് പോകുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ രാമോഹൻജി, എനിക്ക് തോന്നുന്നത് എല്ലാം സിസ്റ്റം കമ്പ്യൂട്ടറും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇതൊരു സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഈ ബഹിരാഷ്ട്ര കമ്പനികളിൽ നിന്നൊക്കെ ജോലി പോകുന്ന ആൾക്കാരുടെ പേരുവിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുമ്പോൾ വല്ലാത്തൊരു ആശങ്ക പടരുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ഒരു ആശങ്ക നിലവിലുണ്ട്. കാരണം പ്രത്യേകിച്ച് കേരള സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആരെങ്കിലും ബന്ധുമിത്രാദികൾ ആരെങ്കിലും IT സെക്ടറിൽ ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എൻട്രി ലെവലിലും ഇപ്പോൾ ഇദ്ദേഹം അനീസൊക്കെ പറഞ്ഞ പോലെ ഈ കോഡിങ് അങ്ങനെയുള്ള എല്ലാ എൻട്രി ലെവൽസിലും ഒക്കെ ഒത്തിരി ജോലി നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു താൽക്കാലിക ഷേക്കപ്പിന്റെ സമയമായിരിക്കും. ആദ്യത്തെ ഒരു ട്രാൻസിഷൻ പീരീഡ് എല്ലാ ട്രാൻസിഷനുകളും വേദനാനിർഭരമായിരിക്കും. ഒരു 2 കൊല്ലം ശീലമായിക്കൊള്ളുന്നല്ല. അപ്പൊ ആൾക്കാർ ഇപ്പൊ എനിക്ക് ഓർമ്മ, നമ്മളുടെ വലിയ സൂട്ട് കേസുകൾക്ക് ചെറിയ വീല് വന്നപ്പോ റെയിൽവേ സ്റ്റേഷനിലെ ചുമട്ടുകാർക്ക് തൊഴിലുപോയി എന്ന് വെച്ചാൽ അവരെ അഡാപ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തുകൊണ്ട് നമ്മുടെ കേരളീയ സമൂഹം, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറ ഇതിന് വലിയ സജ്ജരായിരിക്കും ആ സമയമാകുമ്പോഴേക്കും. എനിക്കൊരു 2-3 വർഷം ഒരു വേദനാകരമായ മാറ്റങ്ങളിലൂടെ കടന്നുകൊണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. ഒരുപാട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പോകുന്ന ജോലികളൊക്കെ ഈ റിസപ്ഷനിസ്റ്റുകൾ അല്ലെങ്കിൽ ചിലപ്പം ഈ മരുന്നെടുത്ത് കൊടുക്കുന്ന ഫാർമസിസ്റ്റുകൾ ഇങ്ങനെയൊക്കെയുള്ള ഏരിയകളിലൊക്കെ കാര്യമായിട്ട് ആൾക്കാരെ വേണ്ടാതെ വരും. പിന്നെ ക്രിയേറ്റീവ് മേഖല ഇപ്പൊ പണ്ടെല്ലാം പറഞ്ഞിരുന്നത് എന്ത് പ്രശ്നം ഉണ്ടായാലും ബാക്കിയുള്ള എല്ലാവരും ജോലി പോയാലും ക്രിയേറ്റീവ് രംഗത്തുള്ളവരെ അങ്ങനെ കാര്യമില്ല. ഇപ്പൊ ഈ AI വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ത്രെട്ട്, ഇപ്പൊ അമേരിക്കയിലൊക്കെ വലിയ സമരം നടന്നു ഹോളിവുഡിലൊക്കെ. ഈ പാട്ടെഴുത്തുകാരൻ ഞങ്ങൾ എഴുതിക്കോളാം, കമ്പ്യൂട്ടർ പരിപാടി അവതരിപ്പിക്കാൻ സ്കാൻ വേണ്ട ഒരു AI പരിപാടി. എനിക്ക് ഞാൻ ഒരു പ്രതീക്ഷിക്കുന്നുണ്ട്. സിദ്ദിഖ് പറവൂ. അപ്പൊ താങ്കളുടെ വാഗ്ദത്ത ഭൂമി എന്നൊരു സിനിമ സംവിധാനം ചെയ്തു അല്ലേ? അതിന്റെ നിർമ്മാതാവാണ് അദ്ദേഹം. അദ്ദേഹം താങ്കളുടെ ആദ്യത്തെ നിർമ്മാണമാണോ ഇത്? ഞാൻ ഇതുവരെ 4 പടം ചെയ്തു. വേറെ ഏത് പടമായിരുന്നു? 4 പടവും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ ആദ്യം ഒരു പടം പിടിച്ചു, അത് കഴിഞ്ഞ് പിന്നെ 2 എണ്ണം ഒന്നിച്ച് പിടിച്ചു. അതും ഒക്കെ സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. 2 പടം ഒന്നിച്ചു ഒരേ ക്രൂസിന് ഉപയോഗിച്ച ചെറിയ ഷോർട്ട് പീരീഡ് കൊണ്ട് പിടിച്ച പടം. അതിനൊരുപാട് അവാർഡുകളൊക്കെ കിട്ടി. ഈവൻ ഫിലിം ക്രിട്ടിക്സ്. ഒന്ന് നിഴൽ വ്യാപാരികള്, ഒന്ന് സ്വാലിക എന്ന് പറഞ്ഞ 2 പടങ്ങളും ഒന്നിച്ചു ഒരേ ലൊക്കേഷനിൽ. ബാക്കി നിർമ്മാതാക്കൾക്കും അതൊരു അപ്പൊ എന്താണ് ഈ പടത്തിലൂടെ നിങ്ങൾ നൽകുന്ന ഒരു സന്ദേശം എന്താണ്?
ഈ ഇതൊരു കമ്പ്യൂട്ടർ വന്ന മാതിരിയുള്ളൊരു ചേഞ്ച് മാത്രമായിട്ട് കണ്ടാൽ മതി. വളരെയധികം പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളുമായിട്ടാണ് ഈ AI വരുന്നത്. പിന്നെ ഒരിക്കലും നമുക്കിതിൽ ആശങ്കപ്പെടാനില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ വികാരങ്ങളൊന്നും ഈ AI എന്ന് പറയുന്ന സാധനത്തിനേ ഇല്ല. അപ്പൊ ഏതെങ്കിലും ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മമ്മൂട്ടി അഭിനയിക്കുന്ന മാതിരി അല്ലെങ്കിൽ മോഹൻലാൽ അഭിനയിക്കുന്ന മാതിരി ഒന്നും അതിനാ വികാരങ്ങൾ അല്ലെ അതിന്റെ എക്സ്പ്രഷൻസ് ഒന്നും ഒരിക്കലും ഇതിന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ, കാരണം AI 5ാം ക്ലാസ്സിലായിട്ടുള്ളൂ ഇപ്പോൾ. അല്ലെ AI ഇപ്പൊ ഭാവചലനങ്ങളോ മുഖചലനങ്ങളോ ഒക്കെ ചിലപ്പോൾ കൊണ്ടുവരുന്നില്ലായിരിക്കും. പക്ഷേ AI ക്യാരക്ടർ ചിലപ്പോൾ ഒരു പക്ഷേ ഭാവിയിൽ മമ്മൂട്ടി ഇതിനേക്കാൾ നന്നായി ചെയ്തെന്ന് വരും. പക്ഷെ അപ്പോഴും മനുഷ്യൻ എന്ന് പറയുന്നത് ഇപ്പൊ ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ തന്നെ എനിക്കൊന്ന് ഈ സോഗൻ റോയിയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് ആൾക്കാർക്ക് വ്യത്യാസം തോന്നിയില്ല. ഇപ്പൊ എന്റെ സിനിമ ഇതേമാതിരി തന്നെ പനോരമ മത്സര വിഭാഗത്തിൽ പോയിട്ടുള്ളതാണ്. പക്ഷെ ആ സിനിമയും നമ്മളിപ്പോ ഈ എടുത്ത ഇപ്പൊ മലയാളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ ആർട്ട് ഹൗസ് സിനിമയിലെ ആദ്യത്തെ AI കംപ്ലീറ്റ് AI മൂവിയാണ് ഈ വാക്തത്വ ഭൂമി. അപ്പൊ അതിലെ ഒരു പരിധി വരെയൊക്കെയാണ് നമ്മൾക്ക് ഈ ഹ്യൂമൻ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട CTO അദ്ദേഹത്തോട് ഒരു കാര്യം പറയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ പിള്ളേരോടെല്ലാം പറഞ്ഞു കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ പറഞ്ഞ പോസ്റ്റ് ഓഫീസ് പിക്കറ്റ് ചെയ്യാൻ പോയി. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസ് പിക്കറ്റ് ചെയ്യാൻ പോയി. എനിക്കറിയില്ലായിരുന്നു എന്താണെന്നുള്ളത്. രാജീവ് ഗാന്ധി കാലത്താണ് അത്. അങ്ങനെ ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞ ആ കോളേജ് കാലത്ത് എനിക്ക് താൽക്കാലികമായിട്ട് കമ്പ്യൂട്ടർ വന്നതിന്റെ പേരിൽ ജോലി കിട്ടി. താൽക്കാലിക ജോലിയായിരുന്നു അത്. ദേശാഭിമാനിയിലായിരുന്നു അത്. കാരണം ആദ്യമായിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്തത് പത്രം ദേശാഭിമാനിയായിരുന്നു. EMS കുറ്റപ്പെടുത്തിയത് ശരിയല്ലെന്ന് മനസ്സിലായി. അപ്പൊ അതേപോലെ തന്നെ നമ്മളിപ്പോ ആദ്യമായിട്ട് അത് തന്നെ ഒബ്സർവ് ചെയ്യുന്നതിനെ എതിർക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സാധ്യതകൾ ഓരോ മേഖലയിലും ഇപ്പൊ SKന്റെ പകരമായിട്ടൊരു ഹ്യൂമനോയിഡ് കൂടെ വരുമെന്നൊന്നും ഞാൻ കരുതുന്നത്. കാരണം അല്ല SKന്റെ മാതിരിയുള്ള ഒരു മാനുഷിക ഭാവങ്ങളും അതിനുണ്ടാകില്ല. മനുഷ്യനെ ഓവർകം ചെയ്യാൻ ഒരു സാങ്കേതികതയും കഴിയില്ല. ഇത് മനുഷ്യ കുലത്തിന് ഗുണകരമായിട്ടായിരിക്കും വരുന്നത്. ഇല്ലില്ല, സിനിമ വരുന്നത് ഈ സിനിമാ രംഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 രീതിയിൽ ഗുണം ചെയ്യും. ഒന്ന് ഇപ്പൊ മമ്മൂട്ടി മോഹൻലാല് അവർ 60 ദിവസം അഭിനയിക്കുന്നു. അതിന് അവർക്ക് 5 ദിവസം അഭിനയിച്ചിട്ട് 55 ദിവസം AI കൂടെ വർക്ക് ചെയ്യിക്കാം. അല്ല ഇപ്പൊ തന്നെ ചില സിനിമകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, പകുതി ചെയ്യുന്നുണ്ട്. ചില സിനിമകളിൽ കുറച്ച് ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരും അറിയാതെ AI കൊണ്ട് സീൻസ് ഉണ്ടാക്കി വിടുന്നുണ്ട്. അങ്ങനെ ചെയ്യാം. ആ രഹസ്യം പുറത്തു വിടണമെന്നുള്ളത് നമുക്ക് ആലോചിക്കണം. അല്ല അത് കൂടാതെ ഇൻഡിപെൻഡന്റ് സിനിമ മേക്കേഴ്സ് ഇപ്പൊ എന്നെ പോലുള്ള പാവപ്പെട്ട ഒരുപാട് കടം വന്ന ഇൻഡിപെൻഡന്റ് പറയത്തില്ല കേട്ടോ. അപ്പൊ ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സിന് അവർക്ക് ഇപ്പൊ 5-6 മാസമൊക്കെ ഇരുന്നിട്ട് അവരെ സിനിമകൾ ഉണ്ടാക്കാൻ കഴിയും. അതൊരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ അത്? തീർച്ചയായിട്ടും ഞാൻ വരുന്നു. അങ്ങയുടെ ഒരു അഭിപ്രായം എങ്ങനെ ഈ കാര്യത്തിൽ? എന്റെ അഭിപ്രായം എന്താണ്, അങ്ങയുടെ സ്ഥാപനത്തിൽ ഇതുകൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ? എന്റെ അഭിപ്രായം എന്താണ്, വന്നെങ്കിൽ ജോലിയൊക്കെ പോവില്ല. ഇൻഫാക്ട് ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് ഇത്, ഒരു പീരിയഡ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യ തൊട്ട് ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായിരുന്നപ്പോൾ ഈ ഫാർമേഴ്സ് ഒക്കെ അവർക്ക് പണി പോകുമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ എന്തായി, മിഷനറിയുടെ ഇതൊക്കെ ട്രാക്ടേഴ്സ് ഇതൊക്കെ എംപ്ലോയ്മെന്റ് വന്നു, അതിൻ്റെ ഒരു ജോലി വന്നു. അതേപോലെ വൈറ്റ് റെവല്യൂഷൻ നമ്മുടെ കുര്യൻ സാറുടെ പാലുണ്ട് സൊസൈറ്റി. അപ്പൊ എല്ലാവരും സൊസൈറ്റിയിൽ വന്ന് പാലിട്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടിലാവും, ആൾക്കാർക്ക് തനിച്ച് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇന്ന് ഹോൾ ഇന്ത്യ നമ്മുടെ വൈറ്റ് റെവല്യൂഷൻ എവിടെ കണ്ടെങ്കിൽ മിൽമാവോ ഇതോ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി. നെക്സ്റ്റ് കെയിം IT റെവല്യൂഷൻ. അപ്പോൾ IT റെവല്യൂഷനാണ് ഒരു ഏറ്റവും ഒരു ലെസനാണ് നമ്മൾക്ക്. IT റെവല്യൂഷനിൽ ഇപ്പം ഞാൻ 43 കൊല്ലം ഞാൻ IT-ലുണ്ട്, ബാങ്കറാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഐ എം അപ്ഡേറ്റഡ് വിത്ത് AI ആൻഡ് ML. അപ്പോ എനിക്ക് അപ്പോ ഈ IT-ൽ വന്നപ്പോ, പണ്ട് ഞാൻ ബാങ്കിൽ ഉണ്ടായിരുന്നപ്പോ, ഞാൻ ഫസ്റ്റ് 10 കൊല്ലം ജോലി ചെയ്യുമ്പോൾ IT ഒരു ആഡിങ് മെഷീൻ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് പക്ഷം IT വന്നപ്പോൾ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ആൾക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ IT വന്നെങ്കിൽ ജോലി പോകും പറഞ്ഞു. പക്ഷേ ജോലി പോയില്ല. പിന്നെ ഹാർഡ്വെയർ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, പ്രോഗ്രാമേഴ്സ് ഇതൊക്കെ കൂടി, ഡാറ്റാ സെന്റർ വന്നു, ഇതൊക്കെ കൂടി IT ഡെവലപ്പായി. നിങ്ങളൊക്കെ ജോലി പോകുന്നാണല്ലോ പറഞ്ഞത്. അല്ല, എനിക്കതില് ചെറിയൊരു ഇതുള്ളത്, ഇപ്പോഴും മനസ്സിലാക്കിയ കാര്യം
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കാളും മുകളിലാണ് നമ്മളുടെ മനുഷ്യരുടെ ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പൊ നമ്മൾ എയെ കുറിച്ച് ഞാൻ സപ്പോർട്ടിങ് ഉള്ളി, നമ്മൾ എയെ കുറിച്ച് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒരിക്കലും എ നമ്മളുടെ മുകളിൽ പോകില്ല. അതേപോലെ എ കൊണ്ട് എല്ലാം സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നതും തെറ്റാണ്. ഈ രണ്ട് കാര്യങ്ങൾ എയെ കുറിച്ച് തെറ്റാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മൾ ഒരു സഹയാത്രികനായി നമ്മൾ അതിന്റെ കൂടെ ജീവിച്ച് മുന്നോട്ട് പോവുക, നമ്മളുടെ ജോലികൾ എളുപ്പമാക്കുക എന്നുള്ളത് മാത്രമാണ്. ജിനു, ഓരോ ദിവസവും ഇതിന്റെ ഒരു ക്യാരക്ടറും ഒക്കെ മാറി വരുന്നു, ഇതിന്റെ സാധ്യതകളും മാറി വരുന്നു. അങ്ങനെ വരുമ്പോൾ ഹ്യൂമൻ എക്സിസ്റ്റൻസിന് പ്രശ്നം ഉണ്ടായില്ലെങ്കിലും ആളുകൾ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ആ സംഭവം ഇല്ലാതാവും എന്നുള്ളതാണ്. എയെ തന്നെ പ്രേമിച്ചു തുടങ്ങി. രാത്രിയൊക്കെ ചാറ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട് ബോട്ട്സ്. പിന്നെ കാരണം അത്രയധികം മനുഷ്യരുണ്ട്, അത്രയധികം ഏകാന്തം അനുഭവിക്കുന്നവരുണ്ട്. ഒരു സംസാരം ആരോടെങ്കിലും പറഞ്ഞാൽ മതി, സംസാരിക്കുന്ന പങ്കാളി അവർ തിരിച്ചു പറയുമല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഒരു ആത്മനിർവൃതി ഉണ്ടാവും, കിട്ടുന്നുണ്ടാവും. ഉറപ്പായിട്ടും അതിനുള്ള സാധ്യതകളുണ്ട്. എന്താ പറയാൻ വന്നേ? അപ്പൊ ഞാൻ പറയാൻ വന്നതാണ്, അപ്പം ഏതെങ്കിലും ഇന്നോവേഷൻ വന്നെങ്കിൽ നമ്മൾക്ക് ജോലി പോവില്ല, ഇമ്പ്രൂവ്മെന്റേ ആവുള്ളൂ. പിന്നെ ഇന്റർനെറ്റ് വന്നപ്പോൾ ബിസിനസ് ഒക്കെ പോകുമെന്ന് പറഞ്ഞു. പക്ഷെ അത് വന്ന് ഡിജിറ്റൈസേഷൻ ആയി, ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് ആയി, പിന്നെ UPI ഇതൊക്കെ വന്നു. അപ്പൊ ഇങ്ങനെ ഇപ്പൊ AI റെവല്യൂഷൻ ആണ്. ഇപ്പൊ AI റെവല്യൂഷനും അങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഒരു തിങ്കിങ് ഉണ്ട്. അത് കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു കുപ്പിയിൽ ഒരു ഗ്ലാസ്സിലെ വെള്ളം പാതി വെള്ളം വെച്ചെങ്കിൽ നമ്മള് പറയും കുപ്പിയിൽ പാതി വെള്ളമേ ഉള്ളൂ എന്ന്. പക്ഷെ പാതി ഓപ്പൺ ആയിട്ടുണ്ടെന്ന് ആരും നോക്കില്ല. സോ അങ്ങനെ പെർസെപ്ഷൻ ആണ്. അപ്പൊ വെള്ളമില്ലാത്ത പകുതി ഉണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കിയെങ്കിൽ നമ്മൾക്ക് അറിയും. സോ ഇറ്റ് ക്യാൻ ബി ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പോ അങ്ങനെ പൂർത്തി ചെയ്യാം. വൺ മോർ കാര്യം, ഇനി ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ല. ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരു നദിക്കര പോകുന്നുണ്ട്. നദിക്കര പോയിട്ട് ഒരാള് ഒരു ഹ്യൂമനോയിഡും ഉണ്ട്, ഒരു ഹ്യൂമനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നദിക്കരയില് ഒരാള് കുതിച്ചപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഹ്യൂമൻ വിൽ ട്രൈ ടു സേവ് ദാറ്റ് പേഴ്സൺ ബിക്കോസ് ഹി ഹാസ് ഗോട്ട് ദാറ്റ് ഇമോഷണൽ. ദിസ് ഫെലോ വിൽ ഈ പുള്ളി ഡ്രൗൺ ആയി കളയും പക്ഷേ ഹ്യൂമനായിട്ട് അങ്ങനെ യോജിക്കില്ല. ഹ്യൂമനായിട്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാള് പോയെങ്കിൽ നീ പോയി യു ഹാവ് ടു സേവ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് ഡിഫറൻസ് ഹ്യൂമനുക്കും ഹ്യൂമനായിടുക്കും. ഓക്കെ, അപ്പൊ കരിയർ ഗുരു, അപ്പൊ കരിയർ പ്രശ്നമാവുമോ എന്നുള്ളതാണ്. കരിയർ ഒരിക്കലും പ്രശ്നമാവില്ല. കാരണം കരിയറിന്റെ ചരിത്രം ഇങ്ങെടുത്താൽ മനുഷ്യകുലം ഫയർ മുതൽ ഫാം വരെ, അല്ലെങ്കിൽ ഏത് ഘട്ടം സാറ് പറഞ്ഞ പോലെ ഓരോ റവല്യൂഷൻ എടുത്തെങ്കിൽ നോക്കിക്കേ. ഇതിപ്പോൾ AI റവല്യൂഷനാണ്. ഇവിടെ സാധ്യതകളുണ്ട്, ഏറെ സാധ്യതകളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കരിയറിന് ഒരു ഇവോൾവിങ് ഉണ്ട്, എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി വരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്ത് പറയാം. ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ ഈ AI ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഇറ്റ്സ് ബിയോണ്ട് അവർ എക്സ്പെക്റ്റേഷൻ, നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഓവർ വറി ആവണ്ട. ഇറ്റ് വിൽ ഹാപ്പൻ. നമ്മളെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിത സംവിധാനത്തിലേക്കൊക്കെ എത്തിക്കും. ഇവിടെ പ്രഗത്ഭരായ ആളുകളാണ് ചുറ്റുമിരിക്കുന്നത്. പുറകിലിരിക്കുന്ന മിടുക്കരായ വലിയ അംബീഷ്യസ് ആയിട്ടുള്ളവരുണ്ട്. അവരുടെ മുമ്പിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമെന്ന് എനിക്കെന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം, കരിയറിൻ്റെ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഹൊവാർഡ് ഗാർണറുടെ തിയറിറ്റിക്കൽ ഫ്രെയിമാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അതിൽ കുട്ടികളുടെ അസസ് ചെയ്തിട്ട് കരിയർ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ ലൈഫ് സ്കിൽസ് 10 കോർ ലൈഫ് സ്കിൽസിൽ ഈ പറഞ്ഞ പോലെ പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഉള്ളവർക്ക് ഉചിതമായ കരിയർ പറഞ്ഞു കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്. നമ്മൾ കൂടുതൽ ആശങ്കപ്പെടുകയൊന്നും വേണ്ട. ഇതെല്ലാം പ്രതിഫലമായ ഒരു വലിയ യുഗത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. എനിക്കിതിന് ടോട്ടലി അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാദങ്ങളാണുള്ളത്. ഞാനിപ്പോ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ ഫ്യൂച്ചറിസ്റ്റിക് കരിയർ മേഖലയിൽ ഇങ്ങനെ പല റിസർച്ചുകളും അത്തരത്തിലുള്ള പ്രൊജക്ടുകളും ഉള്ളത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു പോയിന്റ് എന്താ വെച്ചാൽ, ഓഫ് കോഴ്സ് എല്ലാ കാലത്തും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നമ്മളെല്ലാവരും അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്പീഡ് എന്ന് പറഞ്ഞൊരു സംഭവം, അഡാപ്റ്റബിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഈ കാലഘട്ടത്തിൽ വളരെയധികം കൂടുതലാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ആളുകൾക്ക് ആ ഒരു സീരിയസ്നെസ് വന്നിട്ടില്ല. ഇത് എന്താ പറയുക, AI തൊഴിൽ കൊണ്ടുപോകണം. ഞാൻ പറയുന്നത് 2 രീതിയിലുള്ള ആളുകളെ ഇപ്പോൾ ലോകത്തുള്ളൂ. ഒന്ന്, ഓൾറെഡി തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്ന ആളുകൾ. ഇങ്ങനെ 2 കാറ്റഗറിയിലുള്ള ആളുകൾ മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ എന്നാണ് ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു കാറ്റഗറിനെ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദോസ് ഹു ആർ റെഡി ടു അപ്ഗ്രേഡ് വെരി ഫാസ്റ്റ്ലി. അതായത് പരിണാമ സിദ്ധാന്തം സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇനി സർവൈവൽ ഓഫ് ഫാസ്റ്റസ്റ്റ്, സർവൈവൽ ഓഫ് ഫ്യൂച്ചറിസ്റ്റിക്
എന്നുള്ള ഒരു രീതിയിലേക്കാണ് ലോകം ഇവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കാണോ ആ അഡാപ്റ്റബിലിറ്റി റേറ്റ് കൂടുതലുള്ളത് അവർ മാത്രമായിരിക്കും സർവൈവ് ചെയ്യുക. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പല ആളുകളും ഈ കളിയിൽ നിന്ന് പുറത്താവും. ഈ എയുടെ ഒരു കടന്നുകയറ്റം അത് ഓരോ ദിവസവും കഴിയുന്നോറും പുതിയ പുതിയ മേഖലകളാണ്. അത് ആർട്ടിസ്റ്റിക് ഫീൽഡിൽ ഒരിക്കലും വരത്തില്ലായിരുന്നു. ഞാൻ എയുടെ കാലം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ജനറേറ്റ് എന്റെ കാലത്തിലാണ് ഉള്ളത്. അതായത് നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്താൽ ഇത് കിട്ടും. അതിന്റെയും അപ്പുറത്തേക്ക് ഏജന്റിക് എ ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഏജന്റുകള്, അതാണ് ഏജന്റിക് എ. അത്ര ഒരു കാലത്തിലേക്ക് നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം വരുന്നുണ്ട്. അതോട് കൂടിയിട്ട് മനുഷ്യന്മാരുടെ അവസ്ഥ എന്താവും എന്നുള്ളതാണ് വളരെ ക്യൂരിയസ് ആയിട്ട്. അതായത് AGI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാലം വരുന്നുണ്ട്. സോ ഇങ്ങനെ കുറെ സംഭവങ്ങൾ. കരിയർ ഓഫ് കോഴ്സ് ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കരിയറുകൾ വളരെ ക്യുക്കായിട്ട് മാറണം. അപ്പൊ ആരൊക്കെയാ വളരെ ക്യുക്കായിട്ട് ഈ സ്കില്ലുകൾക്കൊക്കെ ഒരു ഷെൽഫ് ലൈഫ് പീരീഡ് ഉണ്ട്. അപ്പൊ ആ ഷെൽഫ് ലൈഫ് പീരീഡ് പണ്ടൊക്കെ 5-10 വർഷമൊക്കെ ഷെൽഫ് ലൈഫ് പീരീഡ് കിട്ടിയിരുന്നു. ഇനി ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ അത്രയും കിട്ടിയാൽ നന്നു എന്നുള്ള രീതിയിലാണ്. സോ ആരാണോ വളരെ ക്യുക്കായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത്തരം ആളുകൾക്ക് മാത്രമേ ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ പണി കൊണ്ടുപോകും എന്നുള്ളത് നിസ്സംശയം എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പം മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു വൂക്ക ലോകത്തായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ വൂക്ക ലോകം എന്താന്ന് പോലും നമ്മളിൽ പല ആളുകളും വന്നു പോയത് അറിഞ്ഞിട്ടില്ല. വൂക്കയും കഴിഞ്ഞൊരു ബാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക്, ഒരു ഫ്രെയിം വർക്കിലേക്ക് നമ്മൾ ലോകം എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ ബാനി ലോകത്തിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ബ്ലൂ ഓഷ്യൻ മാർക്കറ്റുകളാണ് ഇവോൾവ് ചെയ്യുന്നത്. ബ്ലൂ ഓഷ്യൻ കരിയറുകളാണ് ഇവോൾവ് ചെയ്തുകൊണ്ട്. അതായത് ഈ ജോലി പോകുമെന്ന് തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ ഏറ്റവും കൂടുതൽ എനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്? അവിടെ നമ്മൾ നോക്കണ്ടേ. എന്തിനാണ് ഒരു എന്റർപ്രണർ വേണമെന്ന് പറയുന്നത്? അയാളുടെ ഡിപ്പെൻഡൻസി ഏതിലാണ്? എംപ്ലോയീസിലാണ്. നേരത്തെ എംപ്ലോയീസിന് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. എംപ്ലോയി തന്നെ വേണം. ഇപ്പൊ എംപ്ലോയിക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഏത്? ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ ഒരു പകുതി പണി ചെയ്യാനെങ്കിലും ആൾക്കൊരു സ്റ്റാഫിനെ വെക്കാം, ഒരു ഏജന്റിനെ വെക്കാം. അപ്പൊ എംപ്ലോയി തീരുമാനിക്കണം ഏജന്റ് വേണോ ഞാൻ വേണോ എന്നുള്ളതിന്. എംപ്ലോയി കുറച്ചുകൂടി ഉത്സാഹിക്കണം. ഇതിനോടൊപ്പം തന്നെ പല എംപ്ലോയറും ഈ ഓട്ടോമേഷനിലേക്ക് വരുന്നൊരു മെയിൻ റീസൺ എൻ്റെ പ്രോസസ്സുകളിലൊന്ന് ഓട്ടോമേറ്റ് ചെയ്യണം. കാരണം ഒരാളെ പഠിപ്പിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വരുമ്പോഴത്തേക്ക് അയാൾ പോയി. ഈ എന്റർപ്രണർ വീട് അടുത്ത ആളെ എടുക്കണോ? അടുത്ത ആളെ പഠിപ്പിച്ചു കൊണ്ടുവരുമ്പോഴേക്ക് അയാൾ പോയി അടുത്ത ആൾ വന്നു. ഇവിടെ ആലോചിക്കുക, ഞാനൊരു ഏജന്റിനെ വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിച്ചു കൊടുത്ത പണി നടക്കുമല്ലോ. ഈ ഒരു മേഖലയിൽ അല്ല സുരേഷ് സ്വപ്നം കാണുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ ഒരു എംപ്ലോയി ചെയ്യുന്ന ജോലികളെല്ലാം ഒരു ഹ്യൂമനോയിഡോ അല്ലെങ്കിൽ ഒരു AI ഏജന്റ് ചെയ്യും താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും ഒരു എംപ്ലോയിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഒരു എംപ്ലോയിക്ക് എംപ്ലോയിയുടെ അസിസ്റ്റന്റ് അയാൾ ചെയ്യുന്ന പണികൾ എളുപ്പത്തിലാക്കാൻ. ചിലപ്പോൾ എംപ്ലോയർ ചിന്തിക്കുന്നത് എന്താ, എൻ്റെ ഒരു 50% പണികൾ റിപ്പീറ്റഡ് ടാസ്കുകൾ എനിക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമോ, ബാക്കിയുള്ള പണികൾ ഈ സ്റ്റാഫിനെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അവിടേക്കാണ് നോക്കുന്നത്. ഒരിക്കലും ഒരാളുടെ ജോലി കളയാനല്ല. അയാൾ ചെയ്തിരുന്ന റിപ്പീറ്റഡ് ടാസ്കുകളൊക്കെ ഓട്ടോമേഷനിലേക്ക് കൊണ്ടുവരും. ഇയാൾക്ക് അടുത്ത മേഖലകൾ കൊടുക്കും. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ. ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സമൂഹമായ അമേരിക്കൻ കോൺഗ്രസ് അവരുടെ പാർലമെന്റ് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിനെ മുന്നിട്ട് കണ്ടുകൊണ്ട് 2000-കളിൽ ഡിജിറ്റൽ മില്ലേനിയം ആക്ട് വെച്ചിട്ട് അതിന്റെ ഗുണഭോക്താക്കളാണ് നാം പോലും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ് ഇവയൊക്കെ ഈ സാഗൂതം യാത്ര തുടർന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രൈവസി ഇൻഫ്രിഞ്ച്മെന്റ് ഒരു പരിധി വരെയെങ്കിലും തടഞ്ഞു നിർത്തിയത് അമേരിക്കൻ കോൺഗ്രസിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. ഹിന്ദുവിന്റെ റിപ്പോർട്ട് പ്രകാരം തമിഴ്നാട്ടിലെ ഈ ചെറിയ നെയ്ത്തു ജോലികൾ ചെയ്യുന്ന, തുന്നൽ വർക്കുകളൊക്കെ ചെയ്യുന്ന, തുണിത്തരങ്ങളൊക്കെ ചെയ്യുന്നത് തലയിലെ ഒരു പ്രത്യേക മാസ്ക് വെച്ച് അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ച് അതിലൊരു ക്യാമറ ഘടിപ്പിച്ച് അവരുടെ കൈകളുടെ മൂവ്മെന്റുകൾ പോലും ഒപ്പിയെടുക്കുന്ന രീതിയിൽ അവരുടെ എംപ്ലോയർ, ആ സംരംഭകർ ഇത് ഒപ്പിയെടുത്ത് കസ്റ്റമൈസ് ചെയ്തിട്ട് ഹ്യൂമനോയിഡ്സിനെ പഠിപ്പിച്ചു കൊടുക്കുക. നേരത്തെ പാനലിലുള്ളവർ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ സ്റ്റാറ്റിക് ആയിട്ട് ജോലി ചെയ്യാതെ മാറി പോകുന്ന ഈ 10,000-15,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികൾ, അത്തരം ഇൻഡസ്ട്രികളിലുള്ളവരെ സ്റ്റാറ്റിക്കായി എംപ്ലോയി കിട്ടാത്തവരെ ഹ്യൂമനോയിഡ്സിനെ പഠിപ്പിച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ഒരു കാലഘട്ടം വരുന്നത് തീർച്ചയായിട്ടും എംപ്ലോയ്മെന്റിനെ ബാധിക്കുമെന്ന് തന്നെ പറയാം. എന്നാൽ ഇപ്പോൾ ലീഗൽ ഫീൽഡിൽ നടക്കുന്നത് ഒരു പരിധിവരെ ട്രാൻസ്പാരൻസി എത്താത്ത, ജനങ്ങൾക്ക് ഹൃദയം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, എൻ്റെ വക്കീൽ എന്ത് കേസാണ് വാദിക്കുന്നത്, എന്ത് ഡോക്യുമെൻ്റാണ് ഇന്ന് ഫയൽ ചെയ്തത്, അതൊക്കെ മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരുപക്ഷെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ കാലഘട്ടം തൊട്ട് വലിയ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരെയും എല്ലാം സഹായിച്ച് ഇന്ന് വലിയൊരു IT മിഷൻ്റെ കീഴിൽ ഡിജിറ്റൽ IT സെക്ഷനിലെ കോർട്സ് സംവിധാനത്തിൽ കൂടി അന്നന്ന് കേസുകളുടെ കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ വിരൽത്തുമ്പിലേക്ക് എത്തുന്നത് AI സഹായത്തോടെ ഒരു പടി കൂടി കടന്ന് എത്താവുന്ന സഹായിക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഫയൽ കെട്ടുകളൊക്കെ പിടിച്ചു പോയിരുന്ന പഴയ ക്ലർക്കുമാര്, കുട്ടപ്പൻ ചേട്ടനും ബാബു ചേട്ടനും ഒക്കെ ഇന്ന് ആ ഫീൽഡിൽ നിന്ന് മാറി നിന്ന് ഒരുപക്ഷെ തൂണിന്റെ മറ പറ്റി കരയുന്ന രംഗം നമ്മൾ ഇന്ന് കാണുകയാണ്.
അവിടെ ഒരുപക്ഷെ ജൂനിയർ അഭിഭാഷകരെ തന്നെ ക്ലർക്കുമാരുടെ ജോലി പോലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന, ഫയലിംഗ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ, നാളെ അത് ഹ്യൂമനോയിഡുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സമയം വരുമ്പോൾ ഒരുപക്ഷെ EMSന്റെ ചിന്തകളെ വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞ CITUവിന്റെ സഖാവിന്റെ വാചകങ്ങളെ പോലും കടമെടുത്ത് നോക്കുമ്പോൾ ഒരു പ്രതിരോധ സംവിധാനം വരേണ്ടത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിനൊരു ടേക്കൺ ഫോർ ഗ്രാന്റഡ് ആയിട്ട് വരാൻ പറ്റില്ല. അതിനെ ഇന്ത്യയിലെ ഒരു കൃത്യമായ നിയമ സംവിധാനം ഒരുപക്ഷെ ചെയ്തതുപോലെ വരുമായിരിക്കും. പ്ലസ് ഈ പ്രൈവസി, രാത്രി സമയത്ത് ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി ഓപ്പോസിറ്റ് ചാറ്റ് ചെയ്യുന്നത് ഒരു മെയിലാണോ ഫീമെയിലാണോ, ഏത് ജെൻഡറാണ്, ഏത് സെക്സ് ആണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആവശ്യം, ഒരു മീറ്റപ്പ് സാധ്യമാണോ, സെക്സ് ഇഷ്യൂ ഉണ്ടോ? അല്ല, ഇതിന്റെ പാരലായിട്ട് ഒരുപാട് ക്രിമിനൽ വിഷയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു മീറ്റപ്പ് ചെയ്യാൻ പോകുന്ന ആള് ഒരു ഹ്യൂമനോയിഡ് ആണ് എന്ന് മനസ്സിലാക്കുന്ന ഘട്ടത്തില് ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പണത്തിന്റെ തട്ടിപ്പുകൾ, കാരണം അത്തരം വിഷയങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിനെയൊക്കെ ഒരു കെർബ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ വളരേണ്ടത് ഏയുടെ കാലഘട്ടം. ഞാൻ ഇവിടെ 2 മേഖലകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേട്ടു. അപ്പൊ മൂന്നാമതൊരു മേഖലയെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവരുടെ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകൾ, അതും കൂടി എനിക്ക് മെൻഷൻ ചെയ്യാനുണ്ട് മൂന്നാമതായിട്ട്. പിന്നെ സാറ് പരിണാമ സിദ്ധാന്തത്തിനെ കുറിച്ച് പറയുന്ന കേട്ടു. ഇവിടെ എനിക്ക് പറയാനുള്ളത്, സ്കില്ലുള്ളവൻ എവിടെയായാലും രക്ഷപ്പെടും. അതാണ് എനിക്ക് പറയാനുള്ളത്. തൊഴിലവസരങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ആ ഒരു പോയിന്റിന് 3 തലത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് AI കൊണ്ടുവരാൻ പോകുന്നത്. ഒന്ന്, ഇപ്പൊ കൺട്രി വൈസ് എടുക്കുവാണെങ്കിൽ ഇമ്പാക്റ്റ് വ്യത്യാസമായിരിക്കും. ഇപ്പൊ ഇന്ത്യക്ക് വരാൻ പോകുന്ന ഇമ്പാക്റ്റ് അല്ല ഒരിക്കലും US വരാൻ പോകുന്നത്. US വരുന്ന ഇമ്പാക്റ്റ് അല്ല ചൈനയ്ക്ക് വരാൻ പോകുന്നത്. കാരണം ഇന്ത്യയുടെ ഫോക്കസ് പ്രൈമറിലി സർവീസസിലായിരുന്നു. എന്നാൽ US-ൻ്റെയും ചൈനയുടെയും പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലുമാണ്. അപ്പോൾ ആ ഫോക്കസിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് ഇത്രയും പേടിക്കേണ്ട കാര്യമില്ല. അല്ലെ, താങ്കൾ ഈ പൊളിറ്റിക്കൽ ആൻഡ് ബ്രാൻഡ് മാർക്കറ്റിംഗ് ഈ AI ഉപയോഗിച്ച് ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താ ഐഡിയ? ഞങ്ങൾ ബേസിക്കലി ഒരു പ്രോഡക്റ്റിന്റെ 2 വശങ്ങളാണത്. അതിൻ്റെ അത് പൊളിറ്റിക്കൽ സൈഡ് ആദ്യമേ പറയാം. പൊളിറ്റിക്കലി നമുക്കറിയാം, ട്രഡീഷണലി സർവേസ് ആണ് ഏറ്റവും കൂടുതൽ, മീഡിയ ഹൗസസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന സർവേസ് ആണ്. പല രീതിയിലുള്ള സർവേ ചെയ്യും, ഇൻ പീപ്പിൾ ചെയ്യും, ടെലിഫോണിക് ചെയ്യും. അപ്പം ഞങ്ങൾ ഈ വർഷം ഇന്ത്യയിലെ ഇലക്ഷൻസ് ഞങ്ങൾ പ്രഡിക്ഷൻസ് ചെറുതായിട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 40ഓളം ഏജൻസികൾ തമിഴ്നാട് ഇലക്ഷൻസ് പ്രഡിക്റ്റ് ചെയ്തിരുന്നു. അതിൽ 2 ഏജൻസികളാണ് TVK ജയിക്കും. ഒന്ന് ഞങ്ങളാണ്. 2 ഏജൻസികൾ പറഞ്ഞു. ഒന്ന്, നിങ്ങൾ വിജയിക്കുമെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞത് പ്യൂർലി AI വെച്ച് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് സാധിച്ചത്. അപ്പൊ അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ ആ ഒരു സാമ്പിളിലൊക്കെ എടുക്കുന്നത് എങ്ങനെയായിരുന്നു? ഞങ്ങൾ അതായത് കംപ്ലീറ്റ്ലി പബ്ലിക് ഫ്ലോട്ടിംഗ് ഡേറ്റ, അതാണ് ഇപ്പോൾ ഒരു അതായത് പബ്ലിക്ലി ഇന്റർനെറ്റിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ മാത്രം, പേഴ്സണലി ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഞങ്ങൾ എടുക്കുന്നില്ല. പൊതുജനങ്ങൾ ഇന്റർനെറ്റിൽ നടത്തുന്ന സംവാദമാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് അതിന്റെ കീ പീസ് ഓഫ് ഡേറ്റ. ആ ഡേറ്റയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അത് അനലൈസ് ചെയ്തിട്ട് അതിനെ പിന്നെ കുറെ പ്രോസസ്സിലൂടെ അല്ല, ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ വരാത്ത ലക്ഷക്കണക്കിന് വോട്ടർമാരുണ്ടല്ലോ, അവരപ്പം നിങ്ങളുടെ സർവേയിൽ ഇല്ലയോ? എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഫോർ എക്സാമ്പിൾ ഇന്ത്യ പോലത്തെ ഒരു രാഷ്ട്രത്തിൽ എത്ര പേരാണ് ഇന്റർനെറ്റ് ഡെയിലി ഉപയോഗിക്കുന്നവർ? പക്ഷേ AI അവിടെയാണ് അതിൻ്റെ AI ബ്യൂട്ടി കിടക്കുന്നത്. അതായത് ഈ പറഞ്ഞ നിഗ്ലക്റ്റഡ് ക്രൗഡിനെ ആ പൾസിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ AI പറ്റും. കണ്ടിന്യൂസ്ലി ഇറ്റ് ഈസ് ഗെറ്റിംഗ് ട്രെയിൻഡ്. അതുകൊണ്ടാണ് ഇപ്പം ഈ TVKയുടെ പ്രവചനം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചത്. കേരളത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് പൈലറ്റ് ചെയ്തു. കേരളത്തിൽ ഞങ്ങൾക്ക് 80% ആക്യുറസി ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിത് ചെയ്തത്. ഈ ഡേറ്റ അടുത്ത തവണ കൂടുതൽ ട്രെയിൻഡ് ആവുകയാണ്. അപ്പോൾ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ എന്തായിരിക്കും ഇതുണ്ടാക്കാമെന്ന് മാറ്റം? കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു. മാറ്റങ്ങൾ പറഞ്ഞാൽ സാറേ, ഇപ്പം ഇവർ ഈ ചർച്ച ചെയ്തതിനപ്പുറം ഒരുപാട് അഡപ്റ്റ് ചെയ്യാൻ എനിക്കില്ല. പക്ഷേ ഇത് മീഡിയോക്കർ ലെവലിൽ നിൽക്കുന്ന ജോലികളെ അഫക്റ്റ് ചെയ്യില്ല എന്ന് നമ്മൾ പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് നമ്മൾ AI ബേസ്ഡ് ആയിട്ട് കുറേം കൂടെ കോണ്ടന്റിനെ പുഷ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് നമുക്ക് ഭയങ്കരമായ ഒരു ഔട്ട്റീച്ച് ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയ്ക്ക് ആക്ച്വലി കുറേം കൂടെ എന്താ പറയുക, ഞങ്ങളുടെ ടേൺ ഓവർ മാറുകയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ എംപ്ലോയ്മെന്റ് സൃഷ്ടിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് പണ്ട് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു അസിസ്റ്റന്റ് റൈറ്റർ ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ, കൺസോളിഡേഷൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കുറേ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ,
ഇതൊക്കെ ആൾക്കാരുടെ എണ്ണം ലിമിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട്. വിച്ച് മീൻസ് ഈ പറഞ്ഞ ജോലി പോകുന്നുണ്ടല്ലോ, ഇല്ല എന്ന് പറയുന്നതിനകത്ത് ഇപ്പൊ കാര്യമില്ല. അപ്പം ഈ പറഞ്ഞ പോലെ മുണ്ടൈൻ വർക്കുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മീഡിയോക്കർ പരിപാടികൾ ചെയ്യുന്നവരെ പലപ്പോഴും AI വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അത് ഇല്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറേ, ഈ AI, ടെക്നിക്കൽ AI അതുപോലെ തന്നെ പൊളിറ്റിക്കൽ AI എന്ന രണ്ട് വീക്ഷണത്തിൽ ഇതിനെ കാണണം. ടെക്നിക്കൽ AI എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാം, അതേപോലെ തന്നെ വാല്യൂ അഡീഷൻ ഉണ്ടാവാം, ക്വാളിറ്റി ഓഫ് വർക്ക് എന്നുള്ള നിലയിലൊക്കെ ഒരുപാട് മേന്മയുണ്ടാവും. അത് നമുക്ക് ഭയങ്കരമായിട്ട് അബ്സർവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ എന്നാലും പൊളിറ്റിക്കലി ഇതിന് ഉപയോഗപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ടും ഒരുപാട് തൊഴിലവസരങ്ങൾ കുറയ്ക്കാനും തൊഴിലില്ലായ്മ സൃഷ്ടിക്കാനും ഇടവരും എന്നുള്ള കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിലടക്കം വളരെ വ്യാപകമായി വന്നതാണ് ഗിഗിഫിക്കേഷൻ ഓഫ് ലേബർ. ഭയങ്കരമായിട്ട് ജനറേറ്റ് ചെയ്തു. നമ്മുടെ നീതി ആയോഗ് എല്ലാം സ്വപ്നം കണ്ടത് ഇന്ത്യയിലൊരു 5 കോടി 6 കോടി ഒരു 2030-31 വരുമെന്നാണ് പറഞ്ഞത്. ശരിയാണ്, ആ മേഖലയിലുള്ള പല പ്രധാനപ്പെട്ട കമ്പനികൾ 5 ടെക് കമ്പനികളുടെ ടെക് റിസർവ് എന്ന് പറയുന്നത് $558 ബില്യൺ ഡെവലപ്പ് ചെയ്ത വളരെ പെട്ടെന്ന് അത് ഡിപ്പായി താഴേക്ക് പോയി ഈ കഴിഞ്ഞ ക്രൈസിസ് പീരീഡ്. അതിനകത്ത് എന്താ കാര്യം? അപ്പോൾ ഈ ഒരു അരക്ഷിത കമ്പോളം എന്ന് പറയുന്നത് തൊഴിലവസരങ്ങളെ തന്നെ ഈ ഫ്ലക്ച്വേഷൻ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഇതൊരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നതല്ല. നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ മനുഷ്യാധ്വാനത്തെ ഒരിക്കലും സ്വാഭാവികമായിട്ടും ഓട്ടോമേഷനോ അല്ലെങ്കിൽ ഈ AIക്കോ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പൂർണ്ണമായി കഴിയില്ല. എന്നാൽ ചില കാര്യങ്ങൾ വളരെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോൾ ഒരു ശസ്ത്രക്രിയ, അത് ഈ പറയുന്ന പോലെ റോബോട്ടിക് ശസ്ത്രക്രിയ പറയുമ്പോൾ കുറേയും കൂടി പലരും പറയുന്നത് അത് സേഫാണെന്നാണ്. മറ്റൊരു ചുമ വന്നുപോയി, കത്രിക മാറിപ്പോയി കഴിഞ്ഞാൽ പണി തീർന്നു. ഇവൻ അതല്ല, കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളുണ്ട്. അപ്പോൾ ഗുണങ്ങൾ ഉള്ളതുപോലെ തന്നെ അതിന് സൈഡ് എഫക്ട്സ് ഒരുപാടുണ്ട്. മെഡിക്കൽ ഫീൽഡ് പറയുമ്പോൾ ലീഗൽ ഫീൽഡിൽ എപ്പോഴും കേൾക്കുന്ന പഴിയാണ് ജഡ്ജിമാര് പാർഷ്യലായിട്ട് പെരുമാറുന്നു, ബയാസ്ഡ് ആണ്, അല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ ഇരിക്കുന്ന ആളും ഒരു മനുഷ്യനാണ്. അപ്പോൾ ഡോക്ടർമാർക്ക് റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യാമെങ്കിൽ നമ്മുടെ ഈ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് കേസുകൾ അല്ലെങ്കിൽ ചെക്ക് കേസുകൾ കെട്ടിക്കെടുക്കുന്ന ന്യൂമറിക്കലായി ബന്ധപ്പെട്ട പേപ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു AI ജുഡീഷ്യൽ ഫോറത്തിന്റെ ഒരു എക്സ്ട്രാ ബെഞ്ച് വരുന്ന കാലം അതിവിദൂര. സാറേ, ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വന്നത് വാസ്തവത്തിൽ ഈ AI എന്ന് പറയുന്നത് ചൈന ഉണ്ട്, US ഉണ്ട്, ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളുണ്ട്. നമുക്കൊരു കമ്പാരിഷൻ നടത്തുമ്പോൾ AIയുടെ പ്രയോഗം, അതിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ ആ സർപ്ലസ് വാല്യൂവിനെ അവൻ്റെ ലാഭമാക്കി മാറ്റുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതേസമയം അധികമായി ഉണ്ടാകുന്ന ഈ സമ്പത്തിനെ കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാനും കൂലി കൊടുക്കാനും ഉപയോഗിക്കുന്ന ഇതിന്റെ പ്രയോഗമുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ സ്ഥിതി വ്യത്യാസമുണ്ട്. അത് അങ്ങയുടെ ഒരു ലീഡർ എന്നുള്ള നിലയിലുള്ള ഒരു സങ്കല്പമല്ലേ? അതിന്റെ കണക്കുകളുണ്ട്. ഞാൻ ഒരു 25 വർഷമായിട്ട് ഒരു ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ 4 പേരെ വെച്ച് നടത്തുമായിരുന്നു. അപ്പൊ അത് ഇപ്പൊ AI പ്രൊഡക്ഷനിലേക്ക് വന്നതിന് ശേഷം 18 പേർക്കാണ് ഞാൻ ജോലി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് കൂടിയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ MCA ഡിഗ്രി ഒക്കെ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളെല്ലാം അടുത്ത രാജ്യത്തേക്ക് ചാടാനാണ് സാധാരണ എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. 2022 ശേഷം അത് കുറഞ്ഞിട്ടുണ്ട്. കാര്യം ഇന്ത്യയിൽ തന്നെ ഇതുപോലുള്ള ടെക്നോളജി പഠിച്ച് അവിടെ ഇവിടെ തന്നെ കൂടാനായിട്ട് കൂടിക്കഴിഞ്ഞു. അപ്പോൾ അത് ഒരു വലിയ നേട്ടമാണ്. ജോലി പോകുന്നതിനേക്കാൾ കൂടുതൽ അന്യരാജ്യങ്ങളിലേക്ക് പോകുന്ന പോക്ക് നിർത്തുകയും കൂടെ നമ്മുടെ AI മുഖാന്തരം നടന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആയുധം നിർമ്മിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഈ നമ്മുടെ രാജ്യത്തെയാണ്. അത് ഈ AI കൊണ്ട് മാത്രം ഉണ്ടാക്കിയ നേട്ടമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജോലി ഒരിക്കലും അത് നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വിഭാഗം പറയുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ ജോലി കൊടുക്കാൻ AI ബാധ്യസ്ഥനാകുന്നുണ്ട്. എയുടെ വേറെ ഒരു കാര്യമുണ്ട്. ഇപ്പോ എല്ലായിടത്തിലും ഒരു ഗുഡ് ഗൈ ആൻഡ് ബാഡ് ഗൈ ഉണ്ടാവും. അപ്പോൾ എയിലും അങ്ങനെ ഉണ്ട്. ഇപ്പോൾ എ നമ്മൾ എങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ, ടെസ്റ്റിംഗ് ഡാറ്റ, ട്രെയിനിങ് ഡാറ്റ, അതിൻ്റെ പോലെ അത് ജോലി ചെയ്യും, സാർ പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെയാണ് അത് ഇതുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റായിട്ട് പഠിപ്പിച്ചെങ്കിൽ തെറ്റായിട്ട് ചെയ്യും. അതാണ് ബയസ് ഇതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു പേടി വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്, ആന്ത്രോപിക് AI പറഞ്ഞിട്ട് മൈത്തോസ്. അപ്പോൾ അത് വൾനറബിലിറ്റീസൊക്കെ ഈ കമ്പ്യൂട്ടേഴ്സിലെ സിസ്റ്റംസിലൊക്കെ എന്തൊക്കെ തെറ്റുണ്ട് പറഞ്ഞിട്ട് ഇൻ ഫ്യൂ സെക്കൻഡ്സ് ഇറ്റ് ക്യാൻ ഫൈൻഡ് ഔട്ട്. അപ്പോൾ അത് നാളെ ഈ അഡ്വേഴ്സറീസ് മറ്റേ വേണ്ടാത്ത ആൾക്കാരൊക്കെ അത് ഉപയോഗിച്ചിട്ട് ദേ ക്യാൻ എക്സ്പ്ലോയിറ്റ് സോ മെനി തിങ്സ്. ആ പേടി വന്നിട്ടുണ്ട്. അതാണ് US ഇപ്പോൾ ഗ്ലാസ് വിങ് പറഞ്ഞിട്ട് ഒരു ഇത് തുടങ്ങിയിട്ട് 50 കമ്പനീസിന് ഇവർ ഈ കൊടുത്തിട്ടുണ്ട് ഈ മൈത്തോസിൻ്റെ ക്ലൗഡിൻ്റെ AI. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് ഒരു പെരിയ ദിസ് ഇസ് എ നെക്സ്റ്റ് തിങ് വിച്ച് ഇസ് ഹാങ്കിങ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇപ്പം
നമുക്ക് എ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് എന്താണ് ഉള്ളത്? എ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇമോഷണൽ ഇന്റലിജൻസ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അല്ലെ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ ടോപ്പിൽ സ്ലൈറ്റ്ലി ഒന്ന് വ്യതിചലിച്ചിട്ട് നമ്മൾ ഈ ജോലി എന്ന് മാത്രം പറഞ്ഞ് ഒരുപാട് പേര് ജോലി പോകുന്നു പറയുന്നതിനെക്കാട്ടിലും ഈ ലോകത്ത് എത്രയോ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി പോകുന്നത് ഒരു 10%, 5% മാത്രം ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇത്രയും കാലമായിട്ട് ഇപ്പം ഇവിടെ ഇരിക്കുന്ന 10-20 വയസ്സുള്ള ഒരാള് ഇന്ന് 20 വയസ്സുള്ള ഒരാൾ ചെയ്യാൻ പറ്റുന്നത് ഒരു 10 വർഷം 20 വയസ്സുള്ള ആൾ ചെയ്യാൻ പറ്റുന്നതിന്റെ 100 ഇരട്ടിയായിരിക്കും. ആ രീതിയിലേക്ക് വരാനുള്ള കാരണം AI മാത്രമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതുകൊണ്ടാണ് ഇപ്പൊ ആ കുട്ടിക്ക് ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഒരു ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യവും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമെങ്കിൽ അത് AI കൊണ്ടാണ്. മുമ്പ് ഒരു സെക്കൻഡ് അപ്ഡേഷൻ ഉണ്ടാവുന്നത് നല്ലതാണ്, അപ്ഡേഷൻ ജോലി പോകുക, പക്ഷേ അവസരങ്ങൾ ഉണ്ടാവണ്ടേ? അവസരങ്ങൾ കഴിവുള്ളവർക്ക് എന്നും ഉണ്ടായിട്ടുണ്ട് സാർ. പണ്ട് സ്റ്റീം എഞ്ചിൻ വന്ന സമയത്ത് നമുക്ക് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ചരക്ക് നിയന്ത്രണം അല്ലെങ്കിൽ ചരക്ക് വേറെ സൈഡിൽ കൊണ്ടുപോകേണ്ട, സ്റ്റീം എഞ്ചിൻ എൻ്റെ ജോലി കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ സ്ഥലത്തും ഉണ്ടാകാറുണ്ട്. ഈ AI കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു കുട്ടിക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ 10 വർഷം മുമ്പ് ഒരു കുട്ടി 10 വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം അത്രയ്ക്ക് അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുള്ളൂ. അപ്പം നമ്മൾ അത് നമ്മൾ എംബ്രേസ് ചെയ്യല്ലേ വേണ്ടത്. ബ്ലൈൻഡായിട്ട് എതിർക്കുകയല്ല. നിങ്ങൾ പറഞ്ഞ കറക്റ്റ്. ഇപ്പൊ കൊച്ചി തുറമുഖത്ത് കണ്ടെയ്നർ ഹൗസ് സ്റ്റഫിംഗ് വന്നപ്പോ TM മുഹമ്മദ് എന്ന് പറഞ്ഞ 3ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള CITയുടെ അന്നത്തെ സെക്രട്ടറിയാണ് ആ കണ്ടെയ്നർ ഹൗസ് സ്റ്റഫിംഗ് ആവശ്യമാണെന്ന് പറഞ്ഞു. അവിടുത്തെ CITക്കാർ ഒരുപാട് പേര് യൂണിയൻ വിട്ടുപോയി ഇത് പറഞ്ഞോടുകൂടി. കൊച്ചി തുറമുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. കൊച്ചി തുറമുഖത്തെ കണ്ടെയ്നർ ഹൗസ് സ്റ്റഫിംഗ് യാഥാർത്ഥ്യമായി വരേണ്ടി വന്നു. അതുകൊണ്ട് അവരുടെ തൊഴിൽ പോയില്ല. തുറമുഖം അവിടെ നിലനിന്നുകൊണ്ട് വേറെ അവർക്ക് ജോലി കിട്ടി. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാ. പക്ഷേ അവസരങ്ങൾ കുറയുന്നുണ്ട്. അത് ബോധപൂർവം കുറയ്ക്കുന്നതാണ്. എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം അവസരങ്ങളുടെ കാര്യം. ഈ പറഞ്ഞ പോലെ ഒരു 5 വർഷം മുമ്പ് ഒരു എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു യങ്ങറായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം AI ഒക്കെ വന്നു, എസ്പെഷ്യലി 2022 ശേഷം സിംഗിൾ എംപ്ലോയി സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ത്യയിൽ എത്ര കൂടിയിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. അതും സക്സസ്ഫുൾ ആയിട്ടുള്ള സിംഗിൾ എംപ്ലോയി സ്റ്റാർട്ടപ്പുകൾ. കാരണം അയാൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എൻഡ് ടു എൻഡ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനെ റവന്യൂ ആക്കി മാറ്റാനും പറ്റും. ഒരു എംപ്ലോയിയെ പോലും ജോലിക്ക് എടുക്കാതെ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ AI-ക്കാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോകത്തുള്ള എല്ലാ ജോലികളും AI ചെയ്യാവുന്ന ഒരു ഘട്ടം എത്തുന്നതെന്ന് വിചാരിക്കുക. അവിടെ പോലും അത് ചെയ്യേണ്ട ഒരു നീഡ് മനുഷ്യൻ്റെതാണ്. അത് ആ ഒരു ജോലി തീർക്കണ്ട. ഇപ്പം SKN ഇവിടെ വന്നിട്ട് ഇത് അവതരിപ്പിക്കുക എന്നുള്ളത് SKN നീടാണ്. അതിന് വേറൊരാളെ മനുഷ്യൻ പറയും AI ചെയ്യും എന്നുള്ളത് മാറിയല്ലോ ഇപ്പൊ. അതെ, AI പലതും പറയും, മനുഷ്യൻ ചിലപ്പോൾ ചെയ്യും. ആ അവസ്ഥയായോ? അല്ല, അങ്ങനെയൊന്നും വന്നില്ല. നമ്മൾ നമ്മുടെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് മാത്രം AI കാണുകയും നമ്മുടെ പ്രൊഡക്റ്റ് വന്നാൽ ന്യൂക്ലിയർ വാർ ഉണ്ടാവും. തീർച്ചയായിട്ടും. നമ്മളെ ഒരു ഇതോടെ ഞാൻ പറഞ്ഞേക്കാം, നമ്മളൊരു കമ്പനിയിൽ ഒരു ഇന്റേണിനെ നമ്മൾ ജോലിക്ക് എടുക്കില്ലേ സാർ, 24-ലൊക്കെ എടുക്കില്ലേ? ആ ഇന്റേണെ കൊണ്ടാണ് നമ്മൾ ചെയ്യിക്കുന്നത് എന്തൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, നമ്മൾ റിപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ജോലികളില്ലേ, എക്സൽ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ആ ജോലി ഈ ജോലി, ഇതെല്ലാം നമ്മൾ AI കൊണ്ട് ചെയ്യുക. അതേസമയം ഈ ഇന്റേണിന് ലോക പരിചയം വളരെ കുറവായിരിക്കും, എക്സ്പീരിയൻസ് വളരെ കുറവായിരിക്കും. ആ എക്സ്പീരിയൻസ് നമ്മളാണ് AI കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്റേൺ പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ മാത്രം AI കണ്ടാൽ മതി. ടെംപ്ലേറ്റ് വർക്കുകൾ, സ്ഥിരം ചെയ്യുന്ന ടെംപ്ലേറ്റ് വർക്കുകൾ ചെയ്തു തീർക്കാനുള്ള ഒരു സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇവിടെ ഒരു പോയിന്റ് പറയാനുള്ളത്, ഈ ഇന്റേൺസിന് ജോലി വേണ്ടേ? ഇന്റേൺസ് അപ്പൊ എന്ത് ചെയ്യും? കാരണം നമ്മൾ ഇന്റേൺസിനെ റീപ്ലേസ് ചെയ്തു AI വെച്ചിട്ട്. അപ്പൊ ഇന്റേൺസിന് ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോ പുതുതായിട്ട് വരുന്ന തലമുറകൾക്ക് അവരിതിലേക്ക് എക്യുപ്ഡ് ആവാൻ അവര് കൂടുതൽ കഠിന ശ്രമം നടത്തിയില്ലെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടും. കാരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അപ്സ്കിൽ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഏത് കാലത്തും ഉണ്ടാകുന്നതാണ്. സുരേഷ്, എന്റെ സംശയം, ഇപ്പൊ AI ടൂൾസിലൊക്കെ എക്വിപ്ഡ് ആകുന്നവര്, അല്ലെങ്കിൽ ഇപ്പൊ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലൊക്കെ പ്രാവീണ്യമുള്ള നമ്മൾ പ്രോംപ്റ്റിൽ പരിശീലിപ്പിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പുതിയ ജോലി സാധ്യതയല്ലേ അത്? അതെ അതെ, അതിന് ശ്രമം നടത്തണം. നേരത്തെ ചോദിച്ചതിനെ ഇപ്പൊ കായിക അധ്വാനം, കായിക താരങ്ങൾ, പിന്നെ ഈ പരിചരണം നടത്തുന്ന നേഴ്സിംഗ്, പിന്നെ കുട്ടികളെ നോക്കുന്ന അങ്ങനത്തെ ഉള്ള ബേബി സിറ്റിംഗ്, ഇതിലൊന്നും AIക്ക് യാതൊരു സാധ്യതയില്ലാത്ത മേഖലയാണ്. പിന്നെ സഖാവ് പറഞ്ഞ മാതിരി നമ്മളൊരു കാർഷിക രാഷ്ട്രമാണ് ഇന്ത്യ. ഇവിടുത്തെ അടിസ്ഥാനപരമായി നമ്മൾക്ക് ഇവിടെ കേരളത്തില് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഉൽപ്പാദിപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാനുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഇവിടെ ഉണ്ട്. അത്തരം മേഖലകളിലേക്കും അതൊരു തൊഴിലായി കണ്ടിട്ട്
ആളുകൾ കടന്നു വരുന്ന കാലമായിരിക്കും വരുന്നത് എയുടെ ഈ വരവോടുകൂടി. പോസിറ്റീവായ സംഭവമായിരിക്കും. പറഞ്ഞോളൂ. സാർ, ഈ എഐനെ നമ്മൾ മെയിൻ ആയിട്ട് വില്ലനായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ ഏത് മേഖലയിലാണ് കാണുന്നത്, ആ മേഖലയിലെ നമ്മളെ എഫിഷ്യന്റ് ആക്കാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റ് ആയിട്ട് കണ്ട ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ല. പിന്നെ വരുന്ന തലമുറകളാണെങ്കിലും ഇപ്പൊ കൂടി കുറെ സ്കൂളുകളിൽ ഇപ്പോഴും AI ജസ്റ്റ് ഓപ്ഷണൽ സബ്ജക്ട്സ് ആണ്. പക്ഷെ അത് മാറി അതൊരു കോർ സബ്ജക്റ്റ് ആവണം. ആ തലമുറ നമ്മൾ പുതിയ AI അക്കമ്പനീഡ് ആയിട്ടുള്ള ജോബ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം. പിന്നെ അത് മാത്രല്ല, സാർ നേരത്തെ പറഞ്ഞു ഇപ്പം റോബോട്ട്സ് മെഡിസിൻ കൊടുക്കുന്ന രീതിയാണ്. ഇപ്പം ഞങ്ങള് ഫസ്റ്റ് ഇയർ BAMS സ്റ്റുഡൻസ് ആണ്. ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു രോഗിക്ക് ഒരു മെഡിസിനെയും കാട്ടിയും ഒക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് ഒരു കരുതലായിട്ടുള്ള സംസാരിക്കും. ഈ UK വന്ന ഹ്യൂമനോയിഡ് സംസാരിക്കും, അവരെ വിളിച്ചുണർത്തും, മരുന്ന് കഴിക്കാൻ സമയമായെന്ന് പറയും, എല്ലാം ചെയ്യും. പക്ഷെ എങ്കിൽ കൂടി ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു വേദനിക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് വയസ്സെന്ന അച്ഛനമ്മമാർക്ക് ഒരിക്കലും റോബോട്ട്സിന്റെ ആവശ്യമല്ല വേണ്ട, സ്വന്തം മക്കൾ തന്നെയാണ് അടുത്ത് വേണ്ടത്. നേതാവിന് ഹർത്താൽ നടത്താൻ പറഞ്ഞത്. പക്ഷേ ഇല്ലാത്ത സമയത്ത് സോറി മക്കളില്ലാത്ത ഒരാൾക്ക് റോബോട്ടെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കുന്നില്ലെന്നാണ് തെറ്റിരിക്കുന്നത്. പോസിറ്റീവായിട്ടല്ലേ, സ്വന്തമായിട്ട് റോബോട്ട് അല്ലേ. ഇവിടെ എനിക്കൊരു ചെറിയ തിരുത്തുള്ളത്, സ്റ്റീം എഞ്ചിൻ മുതൽ റോബോട്ടിക്സ് വരെയുള്ള മെക്കാനിക്കൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പോർട്ടൽ വന്ന ഡെവലപ്മെന്റ്സ്, അതിനൊക്കെ ഒരു മെക്കാനിക്കൽ വശമാണുള്ളത്, മനുഷ്യന്റെ ജീവിതത്തിന് ദുസ്സഹമായതിൽ നിന്ന് ലളിതവൽക്കരിക്കുന്നത്. പക്ഷെ AI ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വേയിൽ മാത്രമല്ല തൊഴിലുകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതൊരു ഇമോഷണൽ അല്ലെങ്കിൽ അതിനുമപ്പുറം മറ്റൊരു തലത്തിൽ നമ്മളെ ഭരിക്കുന്ന രീതിയിൽ നമ്മുടെ മാനുഫാക്ചറിങ് കൺസെൻറ്റ് നമ്മളെങ്ങനെ ചിന്തിക്കണം. ഇപ്പം നേരത്തെ സാറൊക്കെ പറഞ്ഞതുപോലെ TVക്ക് വിജയിക്കുമെന്ന് ഇന്ന് നിർണയിച്ച അവർ നാളെ മറ്റൊരു പാർട്ടിയുടെ വിജയം തന്നെ സുനിശ്ചിതമാക്കി ഉറപ്പാക്കുന്ന രീതിയിലേക്ക് പൊളിറ്റിക്സിലേക്ക് ഇടപെടുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ AI എന്ന പ്രിയ സഖാവിൻ്റെ വരിയെ ഞാൻ കടമെടുക്കുകയാണ്. അതിനെയൊക്കെ തരണം ചെയ്യാൻ ഇത് പ്രാപ്തമാകുന്നു എന്ന രീതിയിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സംവിധാനം, ലീഗൽ ഫീൽഡ്, പ്രൊഫഷണൽ ഫീൽഡുകളൊക്കെ സാർ എല്ലാ മാറ്റങ്ങളും എതിർക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ. പക്ഷെ പിന്നീട് അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട്. യന്ത്രവൽക്കരണം വന്നപ്പോ കമ്പ്യൂട്ടർ വന്നപ്പോ എതിർത്തു. പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാധ്യതയിലേക്ക് നമ്മൾ മാറണം. ഞാൻ പത്രപ്രവർത്തകരായിരുന്നു, പണ്ട് എഴുതി കൊടുക്കുമായിരുന്നു. ഇപ്പൊ എഴുതി കൊടുത്ത വാർത്ത വരില്ല. ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടർ സഹായത്തോടെ പ്രിന്റ് കൊടുത്താലേ വരുള്ളൂ. അപ്പൊ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാനുള്ള മാനസിക ശേഷിയിലേക്ക് നമ്മൾ മനുഷ്യരെ മാറ്റണം. പരിശീലനം കൊടുത്ത് ഇത് AIF ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുമ്പോൾ കുറെ പ്രശ്നങ്ങളിൽ ഒഴിവാക്കപ്പെടും. പുതിയ തലമുറയും ഞങ്ങൾ പഴയ തലമുറയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞ വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റ് ആണ്. ഇപ്പൊ ഇന്റേൺഷിപ്പിന്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ഇന്റേൺഷിപ്പിന് നമ്മൾ ചൂസ് ചെയ്യുന്ന കുട്ടികള് വളരെ മുണ്ടേനായിട്ടുള്ള ജോബ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇന്റേൺഷിപ്പിന് എടുക്കുന്നവർക്ക് യാതൊരു മുണ്ടേൻ ജോബ്സും നമ്മൾ കൊടുക്കുന്നില്ല. കാരണം AI ഹെൽപ്പ് ഉപയോഗിച്ചുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജോലിയിലേക്ക് അവര് വെക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ല. അവരെ ശരിക്കും, കാരണം അല്ലെ പിന്നെ അവരെ ഇന്റേൺഷിപ്പിനെ എടുക്കണ്ട. ഇന്റേൺഷിപ്പിനെ എടുത്ത് അകത്ത് കൊണ്ടിരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവര് ഒരു എബോവ് ആവറേജ് ആണെങ്കിൽ അവർ സെലക്ടഡ് ആവും. ദേ വിൽ വർക്ക് വിത്ത് ദ കമ്പനി. കാരണം അവരുടെ ആ ഫോർമേഷൻ സ്റ്റേജിലുള്ള ട്രെയിനിങ്ങിനെ AI ടൂൾസ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഞങ്ങളൊക്കെ ട്രെയിൻ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, അതായത് നിങ്ങൾ വിജയ് അധികാരത്തിൽ വരുമെന്ന് ഉള്ള കാര്യം മുഖ്യമന്ത്രിയായ C. ജോസഫ് വിജയ് അറിഞ്ഞോ? അത് നമുക്കറിയില്ല. അല്ല, അത് അറിയിക്കണ്ടേ? ഇത് മറ്റുള്ള ആൾക്കാർ വിജയ് ഉൾപ്പെടെ അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കാതിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തെങ്കിൽ ചെറിയ കാര്യമാണോ അത്? അതെ അതെ. ഞങ്ങൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. നിങ്ങൾ അറിയിക്കണം, തീർച്ചയായിട്ടും എന്തായാലും അറിയിക്കണം. പ്രൊഡ്യൂസർ പേടിക്കേണ്ട, സിനിമാ നിർമ്മാണത്തിന് ഒരിക്കലും ഇറങ്ങും. അല്ല, അങ്ങനെയല്ല. ഞാൻ പറയാം, ഇപ്പോ ഭയപ്പാട് ഉള്ളവർക്കാണ് കൂടുതൽ ആശങ്ക വരുന്നത്. മീൻസ് ഏത് ടെക്നോളജി വരുമ്പോഴും എതിർക്കാൻ ഇവിടെ മലയാളിക്ക് അല്ല. എനിക്കൊന്ന് AI എങ്ങനെ എതിർക്കുന്നുണ്ട് ആളുകൾ? ഇല്ല, എതിർക്കാൻ പറ്റത്തില്ല. കാരണം ഈ AI എന്ന് പറഞ്ഞാലേ ആള് പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ വന്നങ്ങ് പടർന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരു ടെക്നോളജിയും സമൂഹത്തിൽ വരുമ്പോ മാറ്റം വരുത്തുമ്പോ ഉള്ള ഭയാനകമായിട്ട് ഫീൽ ചെയ്യുന്നതാണ് മലയാളിയുടെ പ്രോബ്ലം. വേറൊരു സ്ഥലത്തും ഇതേപോലുള്ള ഒരു ഡിസ്കഷൻ ഒന്നും ഉണ്ടാവില്ല. അവര് അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യണേ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയണത് AI നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് എന്തിനാ അങ്ങേക്ക് ഒരു 100,000 ചർച്ച പിന്നീട് ഒഴിവാക്കാൻ വേണ്ടിയാ. ഓക്കെ,
ഇപ്പൊ എല്ലാവരുടെയും പേടി എന്താ വെച്ചാൽ തൊഴിൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ദർ ഇസ് എ കോൺസെപ്റ്റ് UBI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ട് ലോകത്ത്. ഓൾറെഡി അത് ഡിസ്കഷൻ പോയിന്റ് ആണ്. യൂണിവേഴ്സൽ ബേസിക് ഇൻകം. എലൻ മസ്കിനെ പോലുള്ള ആളുകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമാണ്. അവരൊക്കെയാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. അതായത് മനുഷ്യന്മാർക്ക് പണിയില്ലാതെ ഇരിക്കുമ്പോൾ അവർക്ക് ചുമ്മാ വെറുതെ ഇരിക്കാൻ ഒരു ഇൻകം കൊടുക്കുക. ദാറ്റ് ഈസ് UBI, യൂണിവേഴ്സൽ ബേസിക് ഇൻകം. അപ്പം പണി പോയാലും പേടിക്കണം. അതൊരു ഉട്ടോപ്യൻ കോൺസെപ്റ്റ് ആയിട്ടാണ് ആദ്യം നമുക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ആക്ച്വലി ഇറ്റ്സ് നോട്ട് എൻ ഉട്ടോപ്യൻ കോൺസെപ്റ്റ്. UBI കഴിഞ്ഞ് ഇന്ന് UHI കുറിച്ചും ആളുകൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചില ഫ്യൂച്ചറിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും ഒക്കെ UBI കഴിഞ്ഞ് UHI, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഹൈ ഇൻകം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ലക്ഷറിയസ് ഒക്കെ ആയിട്ട് ജീവിക്കേണ്ട ആളുകൾക്ക്. അപ്പം ഞങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ പണി പോകുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസും സംവേർ നമ്മളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എൻട്രി ലെവൽ ജോബുകൾ ഇല്ലാതാകുന്നുണ്ടല്ലേ? ശരിയാണ്, ഇന്റേൺഷിപ്പുകളൊക്കെ കിട്ടാൻ പ്രയാസമാണ്. അതേ സമയത്ത് അത്ര എളുപ്പമല്ല. ഇന്ത്യയെ പോലെ വലിയ രാജ്യത്ത് അത്ര എളുപ്പമല്ല സാർ. പക്ഷെ അതേ സമയത്ത് ഈ വരാൻ പോകുന്ന ജനറേഷൻ നമുക്ക് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്കാണ്. ഈ ആൽഫ ബീറ്റ ജനറേഷനൊക്കെ ജെൻസിക്കാരൊക്കെ നമുക്ക് ചിന്തിക്കുന്ന അപ്പുറത്തേക്കാണ് അവരുടെ ഒരു കപ്പാസിറ്റി ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ അറിയാതെ തന്നെ ഇത്തരത്തിലുള്ള പല സാധനങ്ങളും അഡാപ്റ്റ് ചെയ്യല്ലാതെ ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. എയുടെ ഏറ്റവും വലിയ ഡാമേജ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ഭയങ്കര വലിയ അതിഭീകരമായ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. ഡേറ്റാ സെന്ററുകൾക്ക് എനിക്ക് തോന്നുന്നു ഇലക്ട്രിസിറ്റിയും വെള്ളവും അതിഭീകരമായ അളവിൽ വേണം. നമ്മൾ ഒരു ഗൂഗിൾ സെർച്ചിന്റെ ഒക്കെ ഒരു 10 മടങ്ങ് വരും ചാറ്റിൽ. നമ്മൾ ഒരു ചെറിയ സാർ പറഞ്ഞത് 100% കറക്റ്റ് ആണ്. പക്ഷെ അതേ സമയത്ത് ഈ വരാൻ പോകുന്ന ജനറേഷന്റെ ഏറ്റവും വലിയൊരു സ്വഭാവം സവിശേഷതയായിട്ട് പറയുന്നത് ദേ വിൽ ബി ഹാവിംഗ് ഹൈ സസ്റ്റൈനബിൾ തോട്ട്സ് എന്നാ. ആൽഫ ബീറ്റ ജനറേഷനിലുള്ള ആളുകൾക്ക് സസ്റ്റൈനബിലിറ്റി ഗോളുകളും സസ്റ്റൈനബിലിറ്റി തോട്ടുകളും വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ പറഞ്ഞ 100% കറക്റ്റ് ആണ്. ജെൻസിനെക്കാട്ടിലും ഈ തൊട്ട് താഴെയുള്ള ജനറേഷൻ ഇതിനെ കുറിച്ച് ഭയങ്കര അവെയർ ആയിരിക്കും എന്നുള്ളതാണ് പ്രഡിക്ഷൻസ്. അല്ല, ഇത് പറയാനുള്ളത് ഇപ്പൊ പുതിയ കൂടുതൽ ഉപയോഗിക്കൂ. അതായത് കൺസംഷൻ കൂടുതൽ വേണം. ഇതിന്റെ CPU, ഇതിന്റെ പ്രോസസിങ്ങിന് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള CPU വേണം എന്നുള്ളത് കൊണ്ട് GPUs ആണ് അതിന് പറയുക, GPU. അപ്പൊ അത് കൂടുതൽ ഞാൻ ചോദിക്കട്ടെ സുരേഷ്, ഇപ്പൊ താങ്കൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ പഠനം നടത്തിയ ആളെന്ന് നില ചോദിക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരു സയൻസ് സബ്ജക്റ്റ് പഠിച്ച ഒരു ഡിഗ്രി വിദ്യാർത്ഥി പണ്ടവൻ നേരിട്ട് എവിടെയെങ്കിലും പോയ ക്യാമ്പസ് സെലക്ഷനോടൊക്കെ എവിടെയെങ്കിലും കയറി പറ്റുമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള സാധ്യതകളില്ല. അപ്പം അങ്ങനെയുള്ളവർ ഏത് വഴി യാത്ര ചെയ്താൽ അവർക്ക് AI വഴി രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്? സാർ, ഇന്നത്തെ കാലഘട്ടത്തിൽ AI എല്ലാ മേഖലകളിലും AI വന്നു. നേരത്തെ നമ്മളിവിടെ ഹോസ്പിറ്റാലിറ്റി പറഞ്ഞു, എല്ലാത്തിലും വന്നു. ഇപ്പോ എനിക്കതിൽ ഒരു കുട്ടികളോട് പ്രത്യേകിച്ച് പുതിയ ജനറേഷനോട് പറയാനുള്ളത്, അവർ ഈ AI ഉപയോഗിച്ചുണ്ടാക്കുന്ന ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നോക്കി സമയം കളയുന്ന പിള്ളേരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. അവർ ഈ സമയം നോക്കി ഇതും സ്ക്രോൾ ചെയ്ത് ഇതും കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നഷ്ടപ്പെടുന്നുണ്ട്. അവരിനി ഇറങ്ങി വരുന്നത് വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ഒരു സ്ഥലത്തേക്കാണ്. അപ്പൊ അവരെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കില്ല് ഏത് ഭാഗത്ത് ഞാൻ ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ ഒരു കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി എന്ത് നോക്കണം, എനിക്ക് എങ്ങനെ ഡാറ്റ അനലിറ്റിക്സ് എങ്ങനെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ AI ടൂളുകളുണ്ട്. ഇനി അങ്ങനത്തെ വേക്കൻസികളുള്ള ഒരിക്കലും ഒരു അക്കൗണ്ട്സിന്റെ ഡാറ്റ എൻട്രിക്ക് വേണ്ടി ചിലപ്പോൾ ആൾക്കാർ എടുത്തോളുന്നില്ല. അതേപോലെ സയൻസ്, സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻട്രി ലെവൽ ജോലി കിട്ടിയ ഒരിടത്തിൽ ജോലിക്ക് കയറാനായിരിക്കും എല്ലാവരും കൊടുക്കുക. അവിടെ അതിൻ്റെ അടുത്ത ലെവലിലേക്കുള്ള ഓപ്പർച്യൂണിറ്റികളേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ ഇന്റേൺഷിപ്പ് അല്ല, ഡയറക്റ്റ് എനിക്ക് അങ്ങനെ ഒരു അസിസ്റ്റന്റ് മാനേജർ ആവാൻ പറ്റും എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ശ്രമിച്ചാൽ മാത്രമേ അവർക്ക് അവിടേക്ക് എത്താൻ പറ്റൂ. അതിന് വേണ്ടുള്ള ശ്രമം സയൻസ് പഠിക്കുന്നവരും കൊമേഴ്സ് പഠിക്കുന്നവരും എല്ലാവരും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ അവർക്കൊക്കെ കഷ്ടപ്പെടും. ഈ ശാസ്ത്ര സാങ്കേതിക സാധ്യതകൾ പുതിയ ലോകം തുറന്നിടുമ്പോൾ അത് വേസ്റ്റ് ആക്കാനും അത് ദുരുപയോഗം ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. AI കുഴപ്പത്തിലാക്കാൻ വരുന്നവരാരെയാ? കുഴപ്പത്തിലാക്കാൻ ഏറ്റവും കൂടുതൽ ഫ്രോഡുകൾ നടത്താൻ, ഫിനാൻഷ്യൽ ഫ്രോഡുകളായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യുന്നുണ്ടാവുക. ഇന്ന ആളാണെന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുക, എനിക്ക് കുറച്ച് പൈസ അയക്കണം എന്ന് പറഞ്ഞ വോയിസുകൾ ക്രിയേറ്റ് ചെയ്യാം, വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ഫ്രോഡുകൾ ഇതിൽ നടക്കും. പിന്നെ അതേപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരാളെ പ്രേമിക്കുന്നു, അപ്പുറത്തിരിക്കുന്ന ആള് മനുഷ്യനാണോ അല്ലെന്ന് അറിയാതെ ആ ഒരു ലോകത്തിൽ ജീവിച്ച് അയാളെ പ്രേമിച്ച് അയാളുടെ കൂടെ ഇറങ്ങി പോകുന്നു എന്ന് പറയുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ചെറിയ ശതമാനമാണ്. പക്ഷെ ഈ പറയുന്ന ടെക്നോളജിയുടെ പുറകെ പോകുമ്പോൾ ആദ്യം ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് മനുഷ്യനേ ഉള്ളൂ, അത് ഏക്കില്ല. ആ കോമൺ സെൻസ് ആദ്യം ഉണ്ടാക്കണം. അത് ഇപ്പോഴുള്ള ജനറേഷൻ ആൾക്കാർ, ഒരു മിഡ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് ഇതിനൊന്നും പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഇന്റലിജൻസിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫൂളിഷ്നെസ് ആണ്. ആ കാര്യത്തിൽ മനുഷ്യനോട് കോമ്പറ്റ് ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല. നമ്മൾ നാച്ചുറൽ ഫൂളിഷ്നെസിന്റെ കുത്തക മനുഷ്യന് നമുക്ക് തന്നെയാ. ചില ഗുണങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലെ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് നമുക്കറിയാവുന്നതാണ് റെയിൽവേ. എസ്കേന്റെ ഒക്കെ ചെറുപ്പത്തിലെ കരിവണ്ടി എന്ന നിലയിൽ നിന്ന് റെയിൽവേ ഒരുപാട് ഉന്നമനത്തിലേക്ക് വന്നു. ഇന്ന് അത് വളരെ മാറ്റങ്ങൾക്കുള്ളിലാണ്. പക്ഷെ ഇപ്പൊ ഒരു കുംഭമേള നടക്കുകയാണ്. AIക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാം, മഹാകുംഭമേളയ്ക്ക് ഇത്രയ്ക്ക് ജനങ്ങൾ വരുന്നു, അത് ഇന്ന എക്കണോമിക്കൽ ഗ്രൂപ്പിലാണ് വരുന്നത്, ഇത്ര ജനറൽ കമ്പാർട്ട്മെന്റ് കൂടുതൽ
കൊടുക്കാം, അല്ലെങ്കിൽ സ്ലീപ്പറിന് ഇത്ര ഫെസിലിറ്റീസ് കൊടുക്കാം. ഈ കാര്യങ്ങൾ ഒരു റെയിൽവേയുടെ കേന്ദ്രീകൃത തലത്തിൽ ചിന്തിച്ച് ചെയ്യുന്നതിനേക്കാളും ആ ഇൻപുട്ടുകൾ നാട്ടിലെ വലിയ അത്യാപത്തുകളെ, ഒരുപക്ഷെ ഇപ്പോൾ TVKയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു, അവിടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് എത്ര ഗേറ്റുകളുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ഡിസൈൻസ് കൊടുക്കാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോ ആൻഡ് ഓർഡർ സംവിധാനങ്ങൾക്ക് എത്ര പോലീസിനെ ഡിപ്ലോയ് ചെയ്യണം എന്ന കാര്യങ്ങളിലേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ഗാദറിങ്സ്, ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് അതിന് വലിയൊരു അളവിൽ സഹായിക്കാൻ AI ടൂൾസ്. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ AI പ്രോസസ് ചെയ്യാൻ വേണ്ടി കുറേ കമ്പ്യൂട്ടർ പവേഴ്സ് എല്ലാം ഉണ്ടാവും. പക്ഷെ വേറെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ AI വന്നപ്പോൾ ഡാറ്റ ഹാസ് ഇൻക്രീസ് ലൈക്ക് എനിത്തിങ്. കുറേ ഡാറ്റ ഉണ്ട്, പ്രൈവസി. അപ്പോൾ പ്രൈവസി ഓഫ് ഡാറ്റ ഒരു കൺസേൺ ആയി. ഇപ്പോൾ DPDP ഒക്കെ ഉണ്ട്, GDPR ഉണ്ട്, നമ്മുടെ ഇന്ത്യയിലെ DPDP ആണ്. അപ്പോൾ ഈ ഡാറ്റ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, കളക്ട് ചെയ്യുന്ന ഡാറ്റ എവിടെയാ പോകുന്നുണ്ട് എന്താ പറഞ്ഞിട്ട് ഇത് ഒരു പെരിയ പ്രശ്നമാണ്. സോ ഇറ്റ് ബ്രിങ്സ് എനി ഇന്നോവേഷൻ, ഏത് ഇന്നോവേഷൻ ആണെങ്കിലും നമ്മുടെ ഈ മൊബൈൽ കമ്പനികൾക്കും പല ബഹിരാഷ്ട്ര കുത്തക കമ്പനികൾക്കും ഒക്കെ നമ്മുടെ ഡേറ്റ മുഴുവനുണ്ട്. നമ്മൾ എന്ത് കഴിക്കുന്നു, എന്ത് കൊണ്ട് പോകുന്നു, നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, നമ്മൾ എന്തൊക്കെയാ ചെയ്യും, പിന്നെ നമ്മുടെ ഫോൺ നമ്മളെ കേൾക്കുന്നു, അങ്ങനെ ഒരുപാട് രഹസ്യം. എൻ്റെ പേടി ഈ AI ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ പുറത്ത് പറഞ്ഞുകൂടാത്ത ഈ കാര്യങ്ങളൊക്കെ ഇവരിത് പുറത്തിടുവോ എന്നുള്ളതാണ്. അതെ, അതിനുവേണ്ടിയാ ഈ കൺസേൺ മാനേജർ അവർ പുറത്തിടുകയല്ല ചെയ്യുക. എൻ്റെ ആഗ്രഹങ്ങളും ഇച്ഛകളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് പെരുമാറുന്ന ഒരു സുമതിയോ ഭാർഗവിയോ അപ്പുകുട്ടനോ ബാബുവോ പുറത്തു വന്നാൽ ഒരുപക്ഷെ നമ്മളൊക്കെ അതിൽ വശംവദരായി പെടുന്നത് ഒരുപാട് ക്രിമിനൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസ് ഉണ്ടാക്കാം. അത് സൈബർ പണത്തട്ടിപ്പുകളെക്കാളും വലുതാണ്. അതിനുവേണ്ടിയാണ് ഡാറ്റ പ്രൈവസി വന്നപ്പോ ഇപ്പൊ കൺസെന്റ് എടുക്കണം. നമ്മൾ ഏത് ഡാറ്റ കൊടുക്കണമെങ്കിൽ, ഡാറ്റ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ഡാറ്റ ആഡ് ചെയ്യണമെങ്കിൽ കൺസെന്റ് വേണം. പ്രിൻസിപ്പൾ. ഞാൻ എങ്ങോട്ട് ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഡേറ്റ പലരുടെയും കയ്യിലായി പോയി. വിദേശം സ്വദേശമുള്ള പല ആൾക്കാരുടെയും പല കമ്പനികളുടെ കയ്യിലായി. ഈ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് പലരും പണം ഉണ്ടാക്കുന്നതും ഇതൊക്കെ പുറത്തു കൊണ്ടുവരാൻ AIക്ക് ഒരിക്കൽ കഴിയൂ. കാര്യം ഈ ഡേറ്റ ട്രാൻസ്ഫർ എല്ലാം പലപ്പോഴും രഹസ്യമായി നടക്കുന്നതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജിയില് ഇപ്പൊ ഒരു സപ്പോസ് ഒരു സിസ്റ്റം ഉണ്ട്. പണ്ടൊക്കെ ഇപ്പൊ സിസ്റ്റം അറ്റാക്ക് ചെയ്യണമെങ്കിൽ, വൾനറബിലിറ്റി ചെയ്യണമെങ്കിൽ 280 days ആകും. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ AI വന്നതുകൊണ്ട് അറ്റാക്കേഴ്സ് കൺ ഡു ഇറ്റ് ഇൻ വെരി ഫ്യൂ സെക്കൻഡ്സ്. അപ്പൊ അതിനു വേണ്ടി ഡിഫെൻഡിങ്ങിന് വരെ ടൂൾസ് ഒക്കെ ഇപ്പൊ സ്റ്റാർട്ടപ്സ് ആർ ഡൂയിങ് ഇറ്റ്. ഓക്കെ, കരിയർ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഗുരുവിന്റെ കരിയർ പോവൂ? കാര്യം ഈ ലോകത്തുള്ള എല്ലാ വിജ്ഞാനവും ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഗുരുവിന്റെ ആവശ്യം എന്ത് സാറേ? കരിയർ കൗൺസിലേഴ്സിനും കരിയർ കോച്ചസിനും ഡിമാൻഡ് കൂടത്തേ ഉള്ളൂ. അത് ഞാൻ പ്രൂവ് ചെയ്യാൻ മാത്രം സമയമില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. മറ്റൊന്നുമില്ല, തൊഴില് എന്നുള്ളതാണ് നമ്മുടെ പറഞ്ഞു വരുമ്പം പ്രധാനപ്പെട്ട പോയിന്റ് എയുമായിട്ട്. അങ്ങനെയെങ്കിൽ there is no unemployment sir, അൺഎംപ്ലോയബിലിറ്റി മാത്രമാണ് ഇവിടെ ഉള്ളത്. അതിൽ ഏത് തൊഴിലിനും ഏത് കരിയറിനും ഉള്ള ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് കരിയർ എന്താണ്? വാട്ട് ഈസ് കരിയർ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇറ്റ്സ് എ സൊല്യൂഷൻ. പ്രോബ്ലം സൊല്യൂഷനാണ്. അപ്പോൾ പ്രോബ്ലം സൊല്യൂഷൻ ഞാൻ 2 വർഷം ന്യൂസിലൻഡിൽ പോയപ്പം അവിടെ കണ്ടതും ഇവിടെയുള്ള ഒരു ഗ്യാപ്പ് പറയട്ടെ. നമ്മുടെ 3 വേസ്റ്റ് ബിന്നുകൾ ഇന്നും നമ്മുടെ പഞ്ചായത്തിലോ നമ്മുടെ ഹരിതകർമ്മ സേന വരുന്നുണ്ട്, അവരെ പുച്ഛിക്കുമല്ല. പക്ഷേ നമുക്കിന്നും ഈ രാഷ്ട്രീയക്കാരും ഈ നേതാക്കന്മാർ ഏതെങ്കിലും പ്ലാറ്റ്ഫോം കിട്ടിയാൽ ഞാൻ വിളിച്ചു പറയാൻ വേണ്ടിയിരുന്ന ഒരു പോയിൻ്റായത്. അതായത് നമുക്ക് ഇവിടെ തൊഴിൽ, നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന, ഇപ്പോൾ 4th ഇയറും കൂടി ആയി ഓണേഴ്സ്, ഇവർക്കൊരു പാർട്ട് ടൈം ജോലിയായിട്ട് കൊടുത്താൽ പോലും വൃത്തിയുള്ള രീതിയിലുള്ള ഒരു വണ്ടിയും സംവിധാനം ഒരു കോളേജിന് കൊടുത്ത് ഇവരെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് അതിന് താല്പര്യമുള്ളവരെ നമുക്കിന്നും അതൊക്കെ ഒരു സൊല്യൂഷനല്ല. ഇന്നും വേസ്റ്റ് ഒരു പ്രശ്നമാണ്. നമ്മുടെ കോളേജിലെ NSS നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറായിരുന്നു കോളേജ് പഠിപ്പിച്ചപ്പോൾ ഞാൻ NSSകാരെ ഏൽപ്പിക്കുക. NSS സ്റ്റുഡൻസ് അത് ഏറ്റെടുത്ത് ചെയ്യും. അവർക്കൊരു 200 രൂപ ഒരു ഡെയിലി വേജസ് കൊടുത്തേ ഒരാഴ്ചയാകുമ്പോൾ അത് 1200 അതൊരു മാസം എത്ര രൂപയായി? ഞാൻ പറഞ്ഞത് AIയോ ഏത് സംവിധാനം വെച്ചും നമ്മുടെ ഇവിടെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന തരത്തിൽ ഈ സൊല്യൂഷൻസ് ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ AI അല്ല ഏതും നമുക്കിവിടെ ആവശ്യമാണ്. പക്ഷേ കുട്ടികൾ ഒരേ ഒരു കാര്യം കൂടെ പറയുന്നു, ക്യാമ്പസുകളിൽ എല്ലാ ക്യാമ്പസുകളിലും 2 ദുരന്തമുണ്ട്. അത് കുട്ടികൾ തിരിച്ചറിയണേ. അഡിക്ഷനും അലസതയും. അലസതയെ നമുക്ക് ലേസിനെസ് എന്ന് പറയാം. അഡിക്ഷൻ ഈ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സിസ്റ്റവും അഡിക്റ്റീവായിട്ട് പോകും. അത് പ്രൊഡക്റ്റീവായിട്ട് പോകണം. പ്രൊഡക്റ്റീവ് ആക്കുന്ന ചിന്തകൾ AIയിലൂടെയോ ഏത് രീതിയിലോ ക്യാമ്പസ് ഉണരും. ഇപ്പൊ നമ്മൾ വളരെ
ആക്റ്റീവായിട്ട് തന്നെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ കേരളത്തിലെ മലയാളികളുടെ ഒരു ആവറേജ് ജീവിത നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ AI നമ്മുടെ ഭാവിയിൽ ഒത്തിരിയേറെ വിപ്ലവാത്മകമായ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് വസ്തുതനിഷ്ഠമാണ്. പക്ഷെ നമ്മുടെ കരിയർ ഗുരു സാർ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിലെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു അഡിക്ഷൻ തന്നെയായി മാറാൻ ഇത് വളരെയേറെ ഉപകരിക്കപ്പെടും. യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. യങ്സ്റ്റേഴ്സ് ആരെല്ലാം പറയുന്നുണ്ടോ? സാർ സ്പീഡിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തു. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ സ്പീഡ് എന്നുള്ള ഒരു ഫാക്ട് ആണ്, ടൈം മാനേജ്മെന്റ്. ഇപ്പം നമ്മൾ തന്നെ പല നോട്ട്സിനും ഈ AI ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ അത് ലൈബ്രറിയിൽ പോയി അത് റെഫർ ചെയ്ത് കൊണ്ടുവരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആൾക്കാരെ അത് മടിയന്മാരാക്കല്ലേ കുറച്ചുകൂടി. അല്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളപ്പോ ഇതിനകത്തും നമുക്ക് മടി. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കേസ് പറയാം. നമ്മളിപ്പം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുത്തിട്ട് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് ChatGPT-യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു LLM-ൽ കൊടുത്തു. എന്താ പറയാ, ഛർദ്ദിച്ചിട്ട പോലെ കോണ്ടന്റ് തരും. നമുക്ക് ഒരുപാട് കോണ്ടന്റ് തരും. ഇതിരുന്ന് വായിച്ച് തന്നെ വീണ്ടും ഇതിനകത്തു നിന്ന് നമുക്ക് വേണ്ട പോയിന്റ്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം ലൈബ്രറിയിലോട്ട് പോകുന്നതും വരുന്നതുമായിട്ടുള്ള സമയമായിരിക്കും ചിലപ്പോൾ ഇവിടെ കുറയുന്നത്. ഫീൽ ആൻഡ് ടച്ച്. ഇപ്പം താങ്കൾ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പം സിനിമാ മേഖലയിലാണെങ്കിലും ക്രിയേറ്റീവ് മേഖലയിലാണെങ്കിലും വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്, ഫിലിം തിരിച്ചു വരും എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് സിന്തറ്റിക് കണ്ടന്റ് ആൾക്കാർ കൺസ്യൂം ചെയ്ത് നമ്മളൊരു സാച്ചുറേഷനിലെത്തും. ഈ സിന്തറ്റിക് സാധനത്തിന് പുറകിൽ ഈ ഇമോഷണൽ കോഷ്യന്റ് അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടച്ച് അല്ലെങ്കിൽ ഈ ഫീൽ എന്ന് പറയുന്ന സാധനം തിരിച്ചു കിട്ടാൻ വേണ്ടി മനുഷ്യൻ വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനൽ കോണ്ടന്റിന്, ഞാനിപ്പോ കോണ്ടന്റ് പോയിന്റിലാണ്, ഒറിജിനൽ കോണ്ടന്റിന് വാല്യൂ കൂടും തന്നെയാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞ ഞാൻ കഴിഞ്ഞ ടൈമില് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ ഒരു ഭാഗമായിട്ടൊരു സിലബസ് AI ടൂൾ സംബന്ധിച്ച് തയ്യാറാക്കി. തയ്യാറാക്കി അതിന് നേതൃത്വം കൊടുത്തു. എല്ലാ യൂണിവേഴ്സിറ്റികളും കുട്ടി പറഞ്ഞതുപോലെ അല്ല, അനുഭവം വന്നതെന്ന് വെച്ചാൽ അവർ ഭയങ്കര താല്പര്യമാണ്. അവർക്ക് റിസർച്ച് ചെയ്യാനായിട്ട് കൂടുതൽ അധ്യാപകരെടുത്ത് പോകണം, പല സ്ഥലത്തും പോകണം, ഇതെല്ലാം പോകുന്നു. അതിന് പകരം AI ടൂൾസ് എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ വലിയ താല്പര്യമാണ് അതിനകത്തുണ്ടായത്. അതുകൊണ്ട് അങ്ങനെയല്ല സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, നമ്മളിപ്പോ ഇതിന്റെ ഇടയ്ക്ക് കൂടുതൽ പറയണമല്ലോ, നമ്മുടെ പുല്ലൂരിൽ ഐക്യരക്കോണം എന്നൊരു സ്ഥലമുണ്ട്. അത് ചെറിയൊരു ഗ്രാമമാണ്. ആ ഐക്യരക്കോണത്ത് ഇപ്പോൾ ഒരു വിപ്ലവം ആരംഭിച്ചിട്ടുണ്ട്. സോഗൻ റോയ് എന്ന് വെച്ചാൽ AI ടൂൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം അധ്യാപകരില്ലാത്ത ക്ലാസ് മുറി ഉണ്ടാക്കിയിരിക്കുക. അതായത് ഇപ്പം നമ്മൾ മൂണിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കിയും കിട്ടേക്കുക. അപ്പോൾ അവർ 2 മണിക്കൂറുള്ള സിനിമ കണ്ടു കഴിയുമ്പം മൂണിൻ്റെ ടോട്ടൽ കാര്യം ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ സിനിമ ഇപ്പോൾ 500 പേജുള്ള നോവല് 2.5 മണിക്കൂറുള്ള ഒരു സിനിമയിലേക്ക് ചുരുക്കാമെങ്കിൽ ലോകത്തിലെ ഏത് കാര്യവും സിനിമ പിടിച്ച് കാണിക്കാമെന്നാണ് പുള്ളി ഐക്യരക്കോണം വിപ്ലവം എന്നും പറഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണെങ്കിൽ ഒരു നൊസ്റ്റാൾജിയുടെ എലമെന്റ്. ഒരു പണ്ട് ഒരുപാട് വാട്സാപ്പിൽ ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു മൊമെന്റില് നമ്മൾ പഴയ ഫയൽ എടുത്ത് ആദ്യ പ്രണയിനിൽ ഒരു ഇൻലാൻഡില് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാർഡിൽ എഴുതിയ കത്ത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചത് ഒരു ഓർമ്മയിലെ മയിൽപ്പീൽ തുണ്ട് പോലെ എടുത്ത് സൂക്ഷിക്കും. ആ ഒരു നമുക്കേ ഉള്ളൂ. ഇതെല്ലാം കഴിയുമ്പോൾ ഏതൊരു ഡിപ്രഷനും അല്ലെങ്കിൽ ഏതൊരു കൗൺസിലിങ്ങിനും ഒക്കെ പറയും. ഈ പഴയ തലമുറയ്ക്ക് ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. ആള് ചോദിച്ചതില് മടിയന്മാരാക്കി വെച്ചാൽ 100% മടിയന്മാരാക്കും. ഇപ്പം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്, ഫ്ലിൻ എഫക്ട്. അതായത് ഓരോ ജനറേഷൻ കൂടുന്തോറും ബുദ്ധി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ജെൻസിക്കാരെ നമ്മളെല്ലാവരും പൊങ്കാലിട്ടോണ്ടിരിക്കുക, അവരുടെ IQ ലെവൽ കുറഞ്ഞു. റിവേഴ്സ് ഫ്ലിൻ എഫക്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങോട്ടുള്ള ജനറേഷൻ ബുദ്ധി കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പുതിയ അത് എന്താ പറയുക, ഓവർ ഡിപ്പെൻഡൻസി ഓഫ് ദിസ് AI ടൂൾസ് ആൻഡ് എവറിത്തിങ്. അപ്പൊ ഇനി അവിടെ ഒരു പ്രഡിക്ഷൻ ഉള്ളത് എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ജിമ്മുകളൊന്നും സാധാരണ അല്ലായിരുന്നു. ഇപ്പൊ എവരി നൂക്ക് ആൻഡ് കോർണറിലും ജിമ്മുകൾ വന്നു, ഫിസിക്കൽ ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ബ്രെയിൻ ജിമ്മുകളും തട്ടുകടയും വന്നു. അല്ല, ഞാൻ പറയണത് ഈ ജിമ്മുകൾ വന്ന് അതേപോലെ തന്നെ ബ്രെയിൻ ജിമ്മുകളും നാട്ടിൽ ഇനി അത്രയും വരും. അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു എന്താ പറയാ, കഴി വൃത്തിയാക്കേണ്ടി വരുമോ? അതെ, തീർച്ചയായിട്ടും വേണ്ടി വരുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ഓവർ ഡിപ്പെൻഡൻസി ഓഫ് AI. അതിനെയാണോ ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്നത് സുരേഷ്? സുരേഷ്, ഈ യഥാർത്ഥത്തിൽ പുതിയ കാലത്തിൽ അപ്പൊ നാളെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് AI പോവാണ്. മാത്രം ഓരോ ദിവസവും ഓരോ അത്ഭുതപ്പെടുന്ന, ഇപ്പൊ ചൈനയിൽ നിന്നൊക്കെ വരുന്ന ചില ചേഞ്ചസ് ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അതിശയം എന്തായിരിക്കും AI വഴി? അല്ല, അതിശയങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ ആൾറെഡി കേട്ടതാണ്. കോർട്ടുകൾ, AI എനേബിൾഡ് കോർട്ടുകൾ വരും, AI ഡ്രൈവ് ചെയ്യണ ഹോസ്പിറ്റലുകൾ വരും. ഇതെല്ലാം ഒരു സെൽഫ് സർവീസ് പോലെയാവും.
അതായത് അവിടെ ഒന്നും പോയിട്ട് ഒരു ഹ്യൂമൻ നിന്ന് ചെയ്യേണ്ട, അതായത് ആളുകൾ കംഫർട്ട് നോക്കുന്നു, പലയിടത്തിലും കംഫർട്ട് നോക്കുമ്പോൾ അവിടെ എല്ലാം AI വന്നിട്ട് ഇതുപോലുള്ള ഓരോ സംവിധാനങ്ങളും പുതിയ സിസ്റ്റത്തിലേക്ക് മാറും. അതൊരു ഞാൻ ചോദിക്കുന്നത്, ഈ ബ്രെയിൻ സിഗ്നൽസ് റീഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ വരിക, ഇമോഷൻസ് റീഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ വരിക, അങ്ങനെയാണെങ്കിൽ നേട്ടം ഈ അന്വേഷണ ഏജൻസികൾക്കൊക്കെ വളരെ ഗുണം ചെയ്യും. ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും കൊലപാതകളെയും പെട്ടെന്ന് കയ്യിലാക്കാൻ പറ്റും. അത്തരം റിസർച്ചുകൾ, ഈ ചിപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സൈക്കോളജിക്കൽ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ള ലെവലിലേക്ക് ചിന്തകളെ ആ രീതിയിൽ കോഗ്നിറ്റീവ് സയൻസിന്റെ ഭാഗമായി സോഷ്യൽ സയൻസ്, ഫിലോസഫി എല്ലാം കൂടെ ചേർത്ത് സൈക്കോളജി എല്ലാം കൂടെ മേർജ് ചെയ്ത് പഠനശാഖകൾ വരുന്നുണ്ട്, എമർജ് ചെയ്യുന്നുണ്ട്. ഞാനൊരു അഭിഭാഷകൻ എന്ന രീതിയിൽ ഗ്രാലൻ വക്കീൽ എന്ന ഒരാളുടെ മോശപ്പെട്ട ആർഗ്യുമെന്റ്സിനെ എന്റെ ഒരു AI അസിസ്റ്റന്റ് 2 വർഷം കൊണ്ട് അത് മനസ്സിലാക്കി കൊടുത്ത് ഏത് ജഡ്ജിന് മുമ്പിൽ ഗ്രാലൻ വക്കീലിനെ എങ്ങനെ വാദിച്ചാൽ മികച്ച ഉത്തരവ് വാങ്ങിച്ചെടുക്കാം എന്ന് എന്നെ ട്രെയിൻ ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, കൂടുതൽ മികച്ച ആളായി ഗ്രാലൻ വക്കീലിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ആക്കാ ബുദ്ധി കൂടുതലുണ്ട്. ഞാൻ ഗ്രാലൻ വക്കീലിന് കാശ് തരുന്നത് അവനെ കൊണ്ട് വാദിപ്പിക്കും. അതാ ഈ അസിസ്റ്റന്റിനെ കൊണ്ട് വാദിപ്പിക്കുന്നില്ല. അതിലേക്ക് എത്തുമെന്ന് ചോദിച്ചാൽ പക്ഷേ അപ്പൊ ഗ്രാലൻ വക്കീൽ എപ്പോഴും ആലോചിക്കുന്ന അറിയോ, അവൻ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കട്ടെ, ഞാൻ തുട്ട് വാങ്ങിച്ചോളാം എന്നുള്ള. പക്ഷെ ഞാൻ കരുതുന്നത് കട്ടപ്പുകയാവും ജീവിതം. എന്നെ പഠിപ്പിച്ച് എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘട്ടത്തില്, ഒരു സാച്ചുറേഷൻ പോയിന്റില്, ഒരു ഷോൾഡർ ടു ഷോൾഡർ, തോളോട് തോൾ ചേർന്നുകൊണ്ട് AI-നെ ജീവിതത്തിൽ നിങ്ങളെ പിന്നിലാക്കും, എന്നെ ബ്രില്യന്റ് ആക്കും, പിന്നിലാക്കുന്നു, ബ്രില്യന്റ് ആക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാൻ സമയമാവുന്നു. എനിക്ക് തോന്നുന്നത് ഈ AI-യുടെ സ്വാധീനം വളരെ കൂടുമ്പോൾ പൊളിറ്റീഷ്യൻസിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്തായിരിക്കും? നല്ല ക്വാളിറ്റി പൊളിറ്റീഷ്യൻസ് വരാൻ സാധ്യതയുണ്ട് സാറേ. ഞാൻ കാരണം അറിയാം, കാരണം ഈ പരിമിതമായ ജ്ഞാനം വെച്ചിട്ടുള്ള പൊതുപ്രവർത്തകർ വരുമല്ലോ, അവരിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗുണപരമായ പരിവർത്തനം എന്തായിരിക്കും? അത് എത്രത്തോളം നമ്മൾ അനലൈസ് ചെയ്തിട്ടില്ല. മാറ്റം സ്വാഭാവികമായിട്ടുണ്ടാവും. എല്ലാ തലങ്ങളിലേക്കും പെനിട്രേറ്റ് ചെയ്ത് കയറുമല്ലോ AI. അതുകൊണ്ട് ആ മാറ്റം ഉണ്ടാവുമായിരിക്കാം കുറെ കൂടി. പക്ഷെ അപ്പോൾ ഒരു ജനകീയത എന്നുള്ളൊരു മുഖം നഷ്ടപ്പെടാൻ വരും. മനുഷ്യനുള്ളൊരു ക്വാളിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെറും ടെക്നോക്രാറ്റ് മാത്രമാവും നിലംപരിശായി തോറ്റും പോകും. അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഞങ്ങള് ഏറ്റവും കൂടുതൽ ഇതിനെ തടഞ്ഞു നിർത്തുന്നവരാണെന്നുള്ളൊരു ഇത് വേണ്ട. തൊഴിലില്ലായ്മ എന്നുള്ളൊരു പ്രശ്നത്തെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. വളരെ ഗൗരവത്തോടെ പ്രശ്നം. ഇപ്പോ ബിടെക് ട്രിപ്പിൾ ഇതെല്ലാം ഒരു കാലത്ത് മാതാപിതാക്കളും മക്കളെയൊക്കെ അതിനകത്തേക്ക് തന്നെയാണ് കൊണ്ടുപോയിരുന്നത്. ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ശമ്പളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശമ്പളം. ഇന്നിവിടെ ജോലി, നാളെ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്താണ്, അതിനേക്കാൾ വലിയ ഓഫറാണ് അപ്പുറത്ത് കിട്ടിയത്. എന്തായിരുന്നു സ്ഥിതി? കുറെ കഴിഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുന്ന സ്ഥിതിയായി. അവസാനം ഗവൺമെന്റ് നിലപാട് മാറ്റേണ്ടി വന്നു. ട്രിപ്പിൾ പാസ്സായവനും മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് ഇയിലേക്ക് പോകാം എന്നൊക്കെ ആയി. അങ്ങനെയും കൂടി കോഴ്സ് മാറ്റേണ്ടി വന്നു. ഈ അവസ്ഥയെ നമ്മൾ ചൂണ്ടിക്കാണിച്ചോളൂ. ഇപ്പൊ ഞങ്ങൾ പൊളിറ്റീഷ്യന്മാരുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനത്തല്ലേ LDF ഗവൺമെന്റ്, പിണറായി വിജയൻ സഖാവ് എന്റെ ഗവൺമെന്റ് സ്മാർട്ട് കൊണ്ടുവന്നിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ ആളുകൾ വിരൽത്തുമ്പിൽ അടച്ചോളൂ, നിങ്ങളുടെ പൊതുപ്രവർത്തനമൊന്നും വേണ്ടെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഞങ്ങൾ തടസ്സക്കാരല്ല. നിങ്ങൾ തടസ്സക്കാരെ നമ്മൾ പറയുന്നില്ല, നിങ്ങളുടെ സംശയം അത്. അപ്പോൾ ഇതിന് ഒരുപക്ഷെ യങ്സ്റ്റേഴ്സിന് ഒരു പുതിയ ലോകം തുറന്നു കിട്ടാൻ എന്തോ വഴി? കാര്യം പ്രത്യേകിച്ച് കേരളത്തിൽ 10-70 ലക്ഷം ആൾക്കാർ ജോലിയില്ല. അതേസമയം 70 ലക്ഷത്തോളം ആൾക്കാർ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ജോലി ചെയ്യുന്നുണ്ട്. രണ്ടും ഇവിടെ തന്നെ സംഭവിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ടത്തില് ഈ ഒരുപാട് ഓൺട്രപ്രണേഴ്സിനെ AI കാരണം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം 5 വർഷമോ 10 വർഷം മുമ്പോ ഒരാൾക്ക് ഒരുപാട് പേരുണ്ട് ബിസിനസ് മാൻ ആകണമെങ്കിൽ, എനിക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ ആരോട് പോയി ചോദിക്കും? കൂടിപ്പോയാൽ എൻ്റെ മാതാപിതാക്കളോട് ചോദിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ സാറിനോട് ചോദിക്കാം. അവിടുന്ന് കിട്ടുന്ന അറിവിന്റെ 100 ഇരട്ടിയാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ അതിനെ ചിന്തിക്കുക. ഇനിയും ഭാവിയിൽ ജോലിക്കാരെന്നത് മാറി സ്വന്തമായി ഗവൺമെന്റ് ജോലി കോൺസെപ്റ്റ് ഇടിയാണ്. എക്സാക്ട്ലി. ഒരു ഓൺട്രപ്രണർ ആകാനായിട്ട് AI സഹായിക്കുന്ന ഒരു രീതി സർക്കാരിന് അത് ഗുണകരമായിരിക്കും. കാര്യം പ്രകടനപത്രികയിലേക്ക് എഴുതി വെച്ച് ഇത്ര പേർക്ക് ജോലി കൊടുക്കാമെന്ന്. അപ്പൊ അതിനൊക്കെ മാറാമല്ലോ. പിന്നെ നല്ല റവന്യൂ വരുന്നതല്ലേ? പിന്നെ തീർച്ചയായിട്ടും നിങ്ങളിൽ ചിലരെങ്കിലും ആലോചിച്ച് കാണും, എന്തിനാ ഇങ്ങനെ ഒരു ചർച്ച നടന്നത്? AI തൊഴിൽ നഷ്ടപ്പെടുത്തുമോ എന്നുള്ള ചോദ്യത്തിനോടൊപ്പം മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. AI പുതിയ തൊഴിൽ സാധ്യതകൾ കൊണ്ടുവരുമോ? അപ്പോൾ ഇവിടെ പങ്കെടുത്ത എക്സ്പെർട്ടുകളൊക്കെ പറയുന്നത് ഒരുപാട് പുതിയ ലോകം AI തുറക്കുമെന്നാണ്. നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത ലോകത്തേക്ക് AI സഞ്ചരിക്കുന്ന വേളയിൽ പുതിയ വാതായനങ്ങൾ തുറന്നു കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കുക. മറ്റൊരു വിഷയമായി ഇനി നാളെ രാത്രി 8:15. ഗുഡ് ബൈ.